السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين. بسم الله العليم القدرة والشان، شديد البطش والبرهان، حافل الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولياؤه إلا المتقون. قال الله عز وجل: من عاد لي وليا فقد آذنته بالحرب. شفيع الورى رسول الله، يا خير من دفينت بالقاء أعظمه، فأطاب من طيبهن الكاه واللكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم. وحب الصالحين ولست منهم، لعلي أن ننال بهم شفاعة. وأكره من تجارته المعاصي، وإن كنا سواء في البلاء. وعلموا أمة سيدنا محمد. ഏറെ ആദരണീയരും ബഹുമാന്യരും, നമ്മുടെ ഉമറാക്കളിൽ ഏറെ പ്രധാനപ്പെട്ടവരും നമ്മുടെ നാടിൻ്റെ അഭിമാനവും, നമ്മുടെ ഈ ചരിത്രമുറങ്ങുന്ന മഹല്ലത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷരും കൂടിയായിട്ടുള്ള നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഹാജി കെ യു മുഹമ്മദ് സാഹിബ് നൂറാനി, പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായി സ്വാഗതം ആശംസിച്ച നമ്മുടെ മദ്രസയുടെ സദർ മുഅല്ലിം ബഹുമാനപ്പെട്ട ഉസ്താദ് ഇബ്രാഹിം ഫാദിലി, പരിപാടിയുടെ പ്രാരംഭത്തിൽ ഭക്തിനിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഹ്രസ്വമാണെങ്കിലും അർത്ഥഗർഭമായ സാരവത്തായ ഉപദേശം നൽകി മഹത്തായ സംഗമം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ ഈ മഹല്ലത്തിൻ്റെ ആദരണീയരായ ഖത്തീബ് ബഹുമാനപ്പെട്ട ഉസ്താദ് അബൂ റാഷിദ ആദം അബാനി, നമ്മുടെ ഈ ധന്യമായ വേദിയിലെ സാന്നിധ്യം നമ്മുടെ മദ്രസയിലെ മുഅല്ലിം ബഹുമാനപ്പെട്ട കലന്തർ ഷരീഫ് സാദി ഉസ്താദ്, അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സീനി ഉസ്താദ്, നമ്മുടെ ഈ മഹത്തായ വേദിയിലെ അനുഗ്രഹീത സാന്നിധ്യമായ നമ്മുടെ മഹല്ലത്തിൻ്റെ ആദരണീയനായ മാജി ഖത്തീബ് ബഹുമാനപ്പെട്ട DJ മുഹമ്മദ് മുസ്ലിയാം, ആദരണീയനായ മാജി പ്രസിഡന്റ് ആദരണീയനായ പള്ളിക്കുട്ടി ഹാജി സാഹിബ്,
മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, നമ്മുടെ ഈ മഹത്തായ പരിപാടി നല്ലപോലെ ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികളെ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യട്ടെ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി, ഇതിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടി രാപ്പകലില്ലാതെ കട്ടപ്പെട്ട അധ്വാനിച്ച എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഭക്ഷണം തന്നവർ, നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞവർ, നമ്മുടെ ഉമ്മ ബാപ്പ, ഭാര്യ, മക്കൾ, വേണ്ടപ്പെട്ടവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, ദുആ കൊണ്ട് വസിയ്യത്ത് പറഞ്ഞവർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവന്റെ പൊരുത്തത്തിലും അവന്റെ താഴത്തിലുമായി അല്ലാഹു നമ്മുടെ ആയുസ് ആരോഗ്യത്തോടു കൂടി നീട്ടിത്തന്ന് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബദ്രിയ ജുമാ മസ്ജിദ് ആൻഡ് റിയാദുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി പക്ഷിക്കാരെ ഇതിന്റെ നീണ്ട 42ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മഹത്തായ റിഫാഇയ്യ ദഫറാത്തിബിനോടനുബന്ധിച്ച് വെച്ചിട്ടുള്ള ഒരു മതവിജ്ഞാന സദസ്സിലാണ്, ഒരാത്മീയ സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. പരിപാടിയുടെ മഹത്തായ ഔപചാരികമായ പ്രഥമ രാത്രിയാണെന്ന്, ഉദ്ഘാടന സമാരംഭ രാത്രിയാണെന്ന്. ഏതായാലും അൽഹംദുലില്ലാ, നല്ലവരായ നിങ്ങളോടൊപ്പം ഒരു ഇത്തിരി നേരം ഒത്തുകൂടാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അവസരം തന്ന അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. സൗകര്യം ഒരുക്കിയ സംഘാടകരെ, മഹല്ല് കമ്മിറ്റിക്കാരെ അഭിനന്ദിക്കുകയും ചെയ്യുക. ആമുഖം മുന്നോടിയൊന്നും നീട്ടുന്നില്ല. നോട്ടീസിൽ കണ്ടതുപോലെ വിഷയം ഷെയ്ഖ് റിഫാഇ അവറ കറാമത്ത്. അള്ളാഹുവിന്റെ മഹാന്മാരിൽ ഏറ്റവും മഹോന്നതരായ ഷെയ്ഖ് റിഫാഇ തങ്ങളടക്കമുള്ളവരെ കുറിച്ച് മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കാനും നിങ്ങളോട് സംസാരിക്കാനും വേണ്ടിയിട്ട് എന്നോട് പറയപ്പെട്ടിട്ടുള്ളത്. വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് അതിൻ്റെ അപ്പുറം ഇപ്പുറം എവിടെയും പോവാണ്ട് അവിടെ മാത്രം ഒതുങ്ങി, ആ വിഷയം മാത്രം ഒരു കുറച്ചു നേരം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു മഹാന്മാരുടെ മദതും ബർക്കത്തും നമുക്ക് നൽകട്ടെ. മഹാനായ റിഫാഇ ശൈഖ് തങ്ങളെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ കാര്യങ്ങളെല്ലാം എളുപ്പത്തിലാക്കി തരട്ടെ. നമ്മുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു മാറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പഴയ കാലത്തുള്ള ജനങ്ങൾ ജീവിച്ചതുപോലെ കാലങ്ങളേറെ ജീവിക്കാൻ 100, 150, 200, 300, 400 കൊല്ലം ജീവിക്കാനുള്ള ഒരായുസ്, ആ നിലക്കുള്ള ഒരു ദീർഘായുസ്, ഒരു ദൈർഘ്യമേറിയ ഒരു ആയുസ്, ഒരു നീണ്ട ഒരു ജീവിതം നമുക്കല്ല കണക്കാക്കിയിട്ടില്ല. പഴയ കാലത്തുള്ള ജനങ്ങളുടെ ആയുസ്സൊക്കെ അങ്ങനെയായിരുന്നു. പണ്ട് കാലത്തുള്ള നബിമാരുടെയും അവരുടെ ഉമ്മത്തിങ്ങളുടെയും ആയുസ് അങ്ങനെയാണ്. 1000 വർഷത്തിലേറെ ജീവിച്ചവരുണ്ട് ഈ ലോകത്ത്. പൂർവകാല ജനങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോ എക്കോ കൂട്ടിയ നന്നം കുറക്കേണ്ട, ഒരു -രീതിയിൽ കുറക്കുക, എക്കോ ആവശ്യമില്ല. മുൻകാലത്ത് ഇവിടെ ജീവിച്ചു പോയ പൗരാണികരായ പൂർവികരായ മഹാന്മാരെ, അല്ലെങ്കിൽ ആ ജനങ്ങളെ, ആ സമുദായത്തെ നമ്മളൊന്ന് പഠിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ 100 അല്ല, 200 അല്ല, 300 അല്ല, 1000 അതിനേക്കാൾ അപ്പുറവും ജീവിച്ച മനുഷ്യന്മാരാണ് ഇവിടെ. എക്കോ വേണ്ട, എക്കോ നല്ലോണം കുറക്ക. പക്ഷേ ആ നിലക്കുള്ള ഒരു ദൈർഘ്യമേറിയ ഒരു ആയുസ്, നീണ്ട ഒരു ജീവിതം അല്ലാഹു ഉമ്മത്ത് മുഹമ്മദീങ്ങൾക്ക് കണക്കാക്കിയിട്ടില്ല. അതേസമയം 1000 കൊല്ലത്തോളം അല്ലെങ്കിൽ അതിനേക്കാളേറെ ജീവിച്ചിട്ട് ആ മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാക്കിയ അമലിനേക്കാളേറെ പ്രതിഫലം കുറഞ്ഞ കാലം ജീവിച്ച് ഈ ലോകത്ത് വിട പറഞ്ഞു പോകുന്ന ഈ ഉമ്മത്തീങ്ങളുടെ അമലിന് അല്ലാഹു നൽകുന്നു എന്നതാണ് ഏറെ പ്രത്യേകത. നിങ്ങൾക്ക് മനസ്സിലായാന്തോ? തിരിഞ്ഞിട്ട കുറെ കാലം ജീവിച്ച മനുഷ്യന്മാരുണ്ട് ഇവിടെ. പഴയ കാലത്തുള്ള പ്രവാചകന്മാരും അവരുടെ നല്ലവരായ ഉമ്മത്തീങ്ങളും അല്ലാത്തവരെ നമ്മൾ ചർച്ചക്കെടുക്കണ്ട. സ്വാലിഹീങ്ങളും മുഅ്മിനീങ്ങളും നല്ലവരെ മാത്രം നമുക്ക് പറയാം. അവർ ഈ ലോകത്ത് 1000-ലേറെ വർഷം ജീവിച്ചു, അത്ര കണ്ട അമലുകൾ ചെയ്തു, അത്ര കണ്ട് ഇബാദത്ത് ചെയ്തു, അള്ളാന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് കാലങ്ങളേറെ ജീവിച്ചു. അവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കൂലി എത്ര എണ്ണിയാ തീരോ?
തീരല. എന്നാൽ ആ ജനങ്ങൾ 1000 അതിനേക്കാൾ അപ്പുറവും ഈ ലോകത്ത് ജീവിച്ചിട്ട് ആ സമയത്ത് അവർ ചെയ്ത അമലുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന കൂലി 100 അതിന്റെ താഴെ മാത്രം ജീവിക്കുന്ന ഈ ഉമ്മത്തീങ്ങൾ ചെയ്യുന്ന അമലുകൾക്ക് അല്ലാഹു കൊടുക്കുമെന്ന് ഖാല റസൂലുള്ളാഹ്. അതാ ഞങ്ങളെ ഏറ്റവും വലിയ പ്രത്യേകത. പഴയ കാലത്ത് ജീവിച്ചിട്ട് 1000 കൊല്ലം ജീവിച്ചിട്ട് ഇവിടെ നല്ലോണം അമലെടുത്തതുപോലെ ഞങ്ങൾ നല്ലോണം അതുപോലെ ജീവിക്കണമെന്നില്ല, അമലെടുക്കണമെന്നില്ല. അമാറുമ്മത്തിന മുഹമ്മദ് സിത്തീന ഔ സബഈന സല്ലിം. ഞങ്ങളായി 60 70 ശരാശരി അങ്ങനെയാണ് അല്ലെ. പിന്നെ ബൈ ചാൻസിൽ ചിലപ്പോൾ അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ ചെറുപ്പം ലസവാകാം. സാധാരണ കടക്കെടുക്കുമ്പോ 60 70 ആണ്. എന്നാൽ ഈ 60 70 കൊല്ലം ജീവിക്കുന്ന ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക്, നല്ലവരായി ജീവിച്ച ആണ് പെണ്ണുങ്ങൾക്ക്, പഴയ കാലത്ത് ഇവിടെ 1000 അതിനേക്കാളേറെ വർഷവും ജീവിച്ച മനുഷ്യന്മാർക്ക് അല്ലാഹു തആല കൊടുത്ത പ്രതിഫലം ഈ ചെറിയ കാലത്ത് ജീവിച്ചിട്ട് ഇവിടെ പണിയെടുത്ത അമല് ചെയ്ത മനുഷ്യർക്ക് അല്ലാഹു തആല കൊടുക്കുന്നു. ആ നിലക്ക് അല്ലാഹു തആല ഒരുപാട് ഓഫറുകൾ നൽകപ്പെട്ട ഉമ്മത്തീങ്ങളാണ് ഉമ്മത്ത് മുഹമ്മദ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സമുദായമാണ് ഈ സമുദായം. ഒരുപാട് പ്രത്യേകതകള്, എണ്ണിയാൽ തീരാത്ത പ്രത്യേകതകള് ഈ ഉമ്മത്തീങ്ങൾക്ക് അല്ലാഹു തആല നൽകി. നിങ്ങൾ നോക്കൂ, ചെറിയ അമലുകൾക്ക് പോലും വലിയ കൂലി അല്ലാഹു തആല വാഗ്ദാനം ചെയ്തു. അതെന്തിനറിയുമോ? 1000 അതിനേക്കാളേറവും ഇവിടെ ജീവിച്ചിട്ട് പണിയെടുത്തവരോടൊപ്പം നിങ്ങൾ സ്വർഗത്തിൽ കിടക്കണ്ടേ? അവരും കിടക്കുന്ന അതേ സ്വർഗത്തിലാ ഞങ്ങളും കിടക്കേണ്ടത്. അല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ സ്വർഗവും ഇല്ല. ഉണ്ടാ മഹാനായ ശംഊനുൽ ഹാസിർ റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് എന്തോ ഒരു മിസ്റ്റു ഉണ്ട്. നിങ്ങൾ ഭയങ്കര ആൽച്ചലിലുള്ളാറ്, ബേജാറിലുള്ളാറ്. എൻ്റെ എൻ്റെ ഭാഷ പിടിയായിട്ടില്ലേ? അല്ല നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടിട്ടില്ലേ? നിങ്ങൾ ഈ ദമ്മ് പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര അജബാഹിറാറ് കപ്പൽ മുങ്ങിയ അങ്ങനെ എന്തൊക്കെ ഉണ്ടോ? ഈശാൽ നന്നൊട്ടിക്കുന്നല്ല ഈ കുറവ് നന്നൊട്ടിക്കുമ്പോൾ വേണം നിങ്ങൾ തെല്ല് ഒരു തെല്ല് തലെല്ലാം ആട്ടിയിട്ട് ആകുമ്പോൾ നക്കതൊരു സന്തോഷമാണ്. കാരണം ഞങ്ങൾ കുറേ ഒരു 1.5 ജണ്ട് കണ്ട് ജില്ലാനെ ഓടിയോണ്ട് വന്ന മനുഷ്യന്മാരല്ലേ. പാട് ജണ്ട് കണ്ട് ഓടിപ്പോൾ നിൽക്കണ്ടേ, എന്നിട്ട് പാടെ ബൈക്ക് ജണ്ടാണ്ട് പിന്നെയും ഓടണ്ടേ. നിങ്ങളെ കടിയാളെ ക്ഷീണവും പച്ചവെള്ളം ഞങ്ങൾക്കുണ്ട്. ഞാൻ അത് പറയാൻ വേണ്ടി വന്നതല്ല. നിങ്ങളെ കാട്ടിയേറെ പച്ചളം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ആ പച്ചളെല്ലാം ഞങ്ങൾ മറക്കുന്നത് നിങ്ങളെ ഇരുത്തത്തിൻ്റെ സ്റ്റൈല് കണ്ടിട്ടാണ്. നിങ്ങൾ ഇങ്ങനെ ബാടിയ പോലെ തണ്ണിൽ വീണ അടക്ക പോലെ ഇരുന്നെങ്കിൽ ഞങ്ങൾ പിന്നെയും ടേടാവും. നിങ്ങൾ ഞങ്ങൾക്കൊരു സപ്പോർട്ടാക്കണം. നിങ്ങളുടെ വായ് വളർന്ന് കേൾക്കോ, ഉപേന്ദ്രൻ്റെ പാട്ടെന്തോ അല്ല ഇത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സമസ്യ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സംഘാടകരോട് പറയൂ. നിങ്ങളെ ഭാഷ എനിക്ക് വരുന്നില്ല, ഞാൻ എൻ്റെ ഭാഷയിൽ പറയും, അത് മനസ്സിലാണെങ്കിൽ മതി. നിങ്ങളെ ഭാഷ എൻ്റെ ലാംഗ്വേജ് വേറെയാണ്, ഞാൻ മലയാളിയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് തെലുത്തെല് വരും. അല്ലാണ്ട് ഇയാൾ ആചാർന്ന് പാട്ട് ചൊന്ന പോലെ നക്ക അങ്ങനെ സരളായിട്ട് സ്പഷ്ടമായിട്ട് അങ്ങനെ ചൊല്ലുന്നൊക്കെ പറയാം അല്ലേ. അത് നൻ്റെ ആഴ്ചലങ്ങ് പോയി ഇടയ്ക്ക് മുട്ടിയാ പിന്നെ എൻ്റെ ഭാഷ കടന്നു വരും. അങ്ങനെയാണ്, അതെല്ലാം പഠിച്ചെടുത്തതാണ്. അല്ലാണ്ട് എൻ്റെ ഭാഷ അതല്ല. നമ്മൾ ദർസിലും കോളേജിലൊക്കെ നിങ്ങളെ ഭാഷ സംസാരിക്കും. നല്ല മനോഹരമാണ് ഈ ഭാഷ. എന്ത് ടെക്നിക്ക് നല്ലല്ലേ? അതിപ്പോൾ സംസാരിക്കണമെങ്കിൽ ഒരു ടെക്നിക്ക് വേണം. അതാണ് നഗ്നിക് ഭാഷൻ്റെ ഒരു പ്രത്യേകത. നല്ല മനോഹരമാണ്. മാത്രമല്ല, ഞാൻ പഠിച്ചെടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു വസ്തുതയുണ്ട്. ഈ ഭാഷ പഠിച്ച അവന് ഏകദേശം കന്നഡം അറിയും, മലയാളം അറിയും, അതർ ലാംഗ്വേജ് എല്ലാം അറിയും. കാരണം എല്ലാം മിക്സഡ് ആണ്. ഇത് ദ്വീപുകാര ഭാഷ പോലെയാണ്. ദ്വീപുകാര ഭാഷ അങ്ങനെയാണല്ലോ. ജസീരികളുടെ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ 10-18ഓളം ദ്വീപുകളടങ്ങുന്ന ഒരു സമൂഹമാണ്. എല്ലാത്തിൻ്റെയും പേരാണ് ലക്ഷദ്വീപ്. അമീനി, കവരത്തി, പിന്നെ കിൽത്താന്, ചത്തിലത്ത്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ദ്വീപുകൾ. വലിയ മഹാന്മാരെല്ലാം ഇന്നും ജീവിച്ചിരിക്കുന്ന ദ്വീപ്. 99 അല്ല 100% എന്ന് തന്നെ പറയാം മുസ്ലിമീങ്ങൾ വസിക്കുന്ന നാട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമായി തന്നെയുള്ള നാട്, പുറത്തല്ലാതെ, ഔട്ട് സ്റ്റേറ്റ് ഒന്നും അല്ല. ആ നാട്ടുകാരുടെ ഭാഷ വേറെയാണ്, നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പൊ അവർ നമ്മളെ ഇരിക്കൂ എന്ന് പറയും, ബൈഠോ അല്ലെങ്കിൽ സിറ്റ് ഡൗൺ, കുളുത്തുകൊള്ളി എന്നൊക്കെ പറയുമ്പോ അവരുടെ ഭാഷ ലച്ചോ എന്നാണ്. ലക്ഷദ്വീപുകാർ പറയുന്നത് ലച്ചോ എന്ന് പറഞ്ഞാൽ ഇരുന്നോളൂ എന്നാണ്.
അപ്പൊ ആ ഭാഷ പോലെ അതിൽ അറബിയുണ്ട്, സംസ്കൃതം, ഇംഗ്ലീഷ്, എല്ലാ ഭാഷകളും ഉണ്ട്. അതുപോലെ എല്ലാ ഭാഷന്റെ ചില ഭാഗങ്ങൾ കൂടിയിട്ടുള്ള ഒരു ഭാഷയായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടത് നക്ക് ഭാഷയാണ്. മനോഹരമാണ്, കേൾക്കാൻ നല്ല സുഖമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് കുറച്ചൊക്കെ ഇങ്ങനെ പഠിച്ചെടുത്തതും. എന്നാലും പിന്നെ നിങ്ങൾ വിചാരിക്കും പോലൊന്നും എനിക്കങ്ങനെ പിന്നെ A to Z അത് വരെയല്ല. ഇൻഷാ അല്ലാ പിന്നെ നക്കൊരു നിർബന്ധമുണ്ടോ, ഏത് ഭാഷ എങ്കിലും ഇവിടെ 2 ഗಂಟೆ ചൊല്ലിട്ട് ഇത് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് അങ്ങ് തിരിയണോ പാട്. നിങ്ങൾ ഔത്ത് പോയിട്ട് മാമിയ ഉമ്മമ്മ നിങ്ങളിട്ട് കേട്ട് എന്തെല്ലാം അവസ്ഥ ചൊന്നെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ബായ് വളർന്നിട്ട് അമ്മ ചൊന്നെങ്കിൽ പിന്നെ മണ്ണിയായില്ലേ? ഈ കഷ്ടപ്പെട്ടത് മണ്ണിയായില്ലേ? ഈ പ്രായമുള്ളവർ ത്യാഗം ചെയ്തത് വെറുതായില്ലേ? അപ്പൊ 2 ഗಂಟೆ വാലിൽ എല്ലാം നിങ്ങൾ പഠിക്കണോ, എല്ലാം നിങ്ങളെ തലയിൽ കയറണോ നിർബന്ധമൊന്നും ഇല്ല. 2 ഗಂಟೆ വാല് കേട്ടിട്ട് നിങ്ങൾ ഒരു വിഷയം മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചെങ്കിൽ, നിങ്ങൾക്കത് ഉപകാരപ്പെട്ടെങ്കിൽ ഞങ്ങളെ കാര്യക്രമ സാർത്ഥകമായി. ഇത് എല്ലാം കൊണ്ടും ഉപകാരപ്പെട്ടോ, ഇതിന്റെ അധ്വാനം ഫലപ്പെട്ടു. അല്ലാഹു തആല നമുക്ക് ഉപകാരപ്പെടുത്തി തരട്ടെ. പറഞ്ഞു വന്നത് അള്ളാന്റെ ലോകത്ത് ഞങ്ങൾ വളരെ പരിമിതമായ ആയുസാണ്. കുറച്ചു കാലമേ ജീവിക്കാനുള്ള യോഗമുള്ള, നീണ്ട കാലത്തെ ആയുസോ ദൈർഘ്യമോ നമുക്കല്ല നിന്നിട്ടില്ല. പിടിയാവൂരല്ലോ നിങ്ങൾക്ക്? പിടിയാവാത്തതിൽ ഇപ്പോൾ ചൊന്നും മയ്യാവും. ഞാൻ ഇൻഷാല്ലാ റിപ്പീറ്റ് ആക്കാം. ഞാൻ വന്നതേ അതുക്ക്. അല്ലാഹു തആല ഞങ്ങളെ ഇൽമിൽ സിയാദത്തും ബർക്കത്തും നൽകട്ടെ. ഉസ്താദുമാരെല്ലാം മീത്ത് വരി, ഇവിടെ സീറ്റ് ഉണ്ടല്ലോ. അവർക്ക് ആദരണീയരാണ്, ബഹുമാന്യരാണ്, ഇൽമിന്റെ അഹ്ലുകാരാണ്. ഇവിടുന്നോളൂ, ആരുമാട്ട് ഉസ്താദുമാർ മീത്തിരുന്നോളൂ. ഏത് നാട്ടുകാരൊന്നും നമുക്കറിയാല, കാണലുണ്ട്, മിണ്ടലുണ്ട്, ഏത് പാട്ട്. ഇനി ഗുർത്താക്കാനൊരു ടൈമും ഇല്ല. ഞാൻ ഗുർത്താക്കാൻ വന്ന ആളുമല്ല, തൽക്കാലം ഗുർത്താക്കുന്നുമില്ല. നിങ്ങൾക്ക് വിരുസം കൂടി എങ്ങും ആവും, വിരുസം കൂടിയില്ല എങ്ങും ആവും. കുല്ലും സവ ഒരുപോലെ, അതിൽ യാതൊരു ബേജാറും ഇല്ല. അള്ളാഹു ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയതിനേക്കാളേറെ ചന്തത്തില് റാഹത്തില് നാളെ അവന്റെ സ്വർഗ്ഗലോകത്ത് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹിസാബില്ലാതെ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. പറഞ്ഞു വന്നത് നിങ്ങൾ നണ്ടമേ ശ്രദ്ധിക്കണോ. ഞാൻ 6 ബന്ധങ്ങോ 6 പോയെങ്കോ നിങ്ങൾ എന്തും ടെൻഷൻ ആക്കണ്ട. പണ്ടങ്ങ വെറുവാറ് പോണ്ടങ്ങ് പോവാറ്, അങ്ങനെ ബന്ധങ്ങളെല്ലാം ജയിക്കണോ, ഇവിടെ അവിടെ പോയറങ്ങെല്ലാം ഇവിടെ വരണോ, അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. കാരണം അങ്ങനെ വന്നിട്ട് റായത്തങ്ങ എല്ലാം വന്നിട്ട് ജയിക്കോ. ഇത് ഡേ നൈറ്റ് മാച്ച് ഒന്നും അല്ല, ഇത് ഇബാദത്താണ്. ഇവിടെ വരണമെങ്കിൽ അള്ളാന്റെ തൗഫീഖ് എന്നങ്ങ മാത്രം വെറുവാർ. എല്ലാവരും വരയല്ല, എല്ലാവരും ഒന്നും വരയല്ല. കാരണം ഇത് മഹിള കബഡി പന്തിയാട്ടം ഒന്നും അല്ല. മഹിള കബഡി പന്തിയാട്ടം പിന്നെ ഞങ്ങളെ ഇത്ര അനൗൺസ്മെന്റും ഇങ്ങനത്തെ ഡിജിറ്റൽ നോട്ടീസ് ഒന്നും വേണ്ട. ഒരു ക്ലൂ കൊടുത്തങ്ങ് മയ്യാവും ഫുള്ളവിടെ. അതങ്ങനെ കാരണം ഇതങ്ങനല്ല. ഇതിൽ വന്നങ്ങ ഭാഗ്യവന്തറും. ബറാത്തങ്ങളെ പറ്റി നമുക്ക് ബേജാറൊന്നും വേണ്ട, വന്നവരെ പറ്റി സന്തോഷിക്കുക. കാരണം എന്താ, ഇത് ഇബാദത്താണ്. ഇത് ഏറ്റവും വലിയ ഇബാദത്താണ്. ഇത് ഏറ്റവും വലിയ പുണ്യമേറിയ അമലാണ്. ഞാൻ എങ്ങോട്ടോ പോകുന്നില്ല, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ വരട്ടെ. സമയം വളരെ കുറവാണല്ലോ. അള്ളാന്റെ ലോകത്ത് ഞങ്ങൾ കുറഞ്ഞ കാലം ജീവിക്കുന്നവരാണെങ്കിലും പൂർവികരായ പണ്ട് കാലത്ത് ജീവിച്ചവരായ 1000 അതിനേക്കാൾ വർഷം ജീവിച്ചവരായ മനുഷ്യന്മാർക്ക് അല്ലാഹു കൊടുത്ത കൂലി, അവരുടെ പ്രവർത്തനത്തിന്, അവരുടെ അമലുകൾക്ക് അല്ലാഹു തആല എത്രയാണോ കൂലി കൊടുത്തത്, ഏത് നിലക്കാണോ അവർക്കുള്ള പ്രതിഫലം കൊടുത്തത്, ആ പ്രതിഫലത്തിന്റെ എത്രയോ ഇരട്ടി കൂലി ഈ ചെറിയ ആയുസ്സിൽ അല്ലാഹു തആല ഞങ്ങൾ എടുത്ത പണികല്ലതുണ്ട്. കാരണം എന്തുകൊണ്ടുണ്ടാ, ഞങ്ങൾ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തികളാണ്. ഞങ്ങളെ ചെറിയ ചെറിയ അമലുകൾക്ക് പോലും വലിയ കൂലിയാണ്. അല്ല, ഒരു മനുഷ്യനെ നോക്കിയിട്ട് അവരനെ നോക്കിയിട്ട്, അത് ഏത് ജാതിക്കാരനായാലും ഏത് മനുഷ്യനായാലും മറ്റുള്ളവനെ നോക്കിയിട്ട് പിന്നൊരാളെ നോക്കിയിട്ട്, നീയതാ നല്ല മനസ്സിലെ ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത, പകയില്ലാത്ത മനസ്സില് വെറുതെ ഒന്നയാളെ നോക്കിയിട്ട് ചിരിച്ചെങ്കിൽ എനിക്ക് കൂലിയുണ്ടോ? ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. മറ്റുള്ളവനെ നോക്കിയിട്ട് ചിരിക്കുന്നത് പോലും മുസ്ലിമായ മനുഷ്യന് ഇബാദത്താണ്. ഇബാദത്ത് എന്ന് ചൊന്നെങ്കിൽ ഉളു എടുത്തിട്ട് മാത്രമേ എടുക്കുന്ന പണിയല്ല. കിബിലക്ക് മുന്നിടണോ എന്ന ഷർത്തി എല്ലാ അമലുകൾക്കുമില്ല. എല്ലാ കണ്ടീഷനും വേണമെന്നല്ല പറഞ്ഞിട്ടില്ല. അത് ഈ ഉമ്മത്തീങ്ങൾക്ക് അല്ലാഹു തആല ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മറ്റുള്ളവനെ നോക്കിയിട്ട് ചിരിക്കുക എന്നത് കൂലിയുള്ള കാര്യമാ. ഏത് ചിരി? 2-3 ഐറ്റംസ് ഉണ്ടോ. ബണ്ണി ആക്കിയിട്ട് ചിരിക്കുന്നുണ്ടോ? ഏതൊരു ഇങ്ങനെ ചിരിച്ചിട്ട് പിന്നെ അപ്പുറം ഇല്ലേ ചിരിക്കുമ്പോൾ ഡൗട്ട് ഉണ്ട് നമുക്ക്. അങ്ങനെ ചിരിക്കണമാ നിങ്ങൾ അല്ലേ? അത് പോയി, അതിന് കൂലിയല്ല.
അതിന്റെ ഫലം നീ അനുഭവിക്കാതെ നീ കണ്ടടക്കാല. ഈ എന്താ ദുൽവജ്ഹൈനി എന്ന് പറയും, എന്താ പറയാം, ഈ രണ്ട് മുഖം, രണ്ട് സ്റ്റൈൽ. അതായത് എതിർലൊരിക്കൽ ഭയങ്കര ചമ്പാപ്പു പാടെ പെറവിൽ പോയിട്ട് ബേറമേ ഓണെ നാട്ടിൽ വലിയ കന്ത്രി ആറ് നന്റെ വലിയ ഫ്രണ്ട് കൊടുത്തോ പിടിയായിട്ടില്ല നിനക്ക്, നിനക്ക് തിരിഞ്ഞിട്ടില്ലേ? അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്. ദുൽവജ്ഹൈനി ദ്വിമുഖ കാണിക്കുന്നവർ, രണ്ട് സ്റ്റൈലിൽ സംസാരിക്കുന്നവർ. എതിർലൊന്ന് പറയും, ബാക്കത്ത് പോയിട്ട് വേറെയോ. എന്റെ കൂടെ വന്നിട്ട് എതിർല് വന്നിട്ട് ഭയങ്കര എത്ര നല്ല ആള്, ഈ നാട്ടിൽ അയാളെ പോലെ സപ്പോർട്ടാക്കുന്ന ഒരാൾ നിനക്ക് വേറെ ഇല്ല. ആചാറ് എതിർല് വരുമ്പോ അവൻ ഭയങ്കര ആചാറ്, നിങ്ങൾ പ്രസിഡന്റ് ആയത് എത്ര വല്ല കൊടയെ കൊത്തുണ്ടാ, അതേ കന്തിരി പോയിട്ട് വേറെ പണിയെടുത്തുള്ള വർത്ത്. നിങ്ങൾ ആരോ ചിന്തിക്കണ്ട. ഇവിടുത്തെ വിഷയം ഉദാഹരണം ചൊന്നോ, നിങ്ങൾ അവന്റെ വിചാരിച്ചു തലമുണ്ടാക്കണ്ടേ വിടൂ. അല്ല അങ്ങനത്തതുണ്ടോ എന്ന ആ ശരിയല്ല. അതേ സമയത്ത് തുറന്ന മനസ്സോടെ, നല്ല മനസ്സോടെ, കളങ്കമില്ലാതെ, കാപ്പാട്യമില്ലാതെ, വഞ്ചനയുടെ ലാഞ്ചന പോലും ഇല്ലാതെ മറ്റുള്ളവനെ നോക്കിയിട്ട് നീ ഒന്ന് പുഞ്ചിരിച്ചാൽ അതുപോലെ മേലായ റബ്ബിന്റെ അടുക്കൽ ഈ ഉമ്മത്തീങ്ങൾക്ക് ഇബാദത്താണ്. ചെറിയ കാര്യമല്ല. 5 പൈസന്റെ റിസ്ക് എടുക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു കണ്ടല്ല, ഒന്ന് കാണുമ്പോ ചിരിച്ചാ മതിയല്ല. ഇത് അല്ലാഹുവിന്റെ അടുക്ക വലിയ കൂലിയാണ്. എന്നാ പിരിശപ്പെട്ട സഹോദരാ, നിന്റെ വാല് കേൾക്കുന്ന ഉമ്മ എപ്പോഴും മറ്റുള്ളവരെ നോക്കിയിട്ട് നല്ല കൽബിൽ ചിരിക്കണോ. ആണുങ്ങ പെണ്ണുങ്ങളെ നോക്കിയിട്ട് ചിരിക്കണോ? നല്ല ഇതിപ്പോ ചിരിക്കണോ ചെല്ലുമ്പോ ഞങ്ങളെ നോക്കിയിട്ട് ആരും ചിരിക്കാല. ഭയ പോകുമ്പോ അവള് നോക്കിട്ട് തുടക്കാത്ത പല്ലെല്ലാം കാട്ടിയിട്ട് അത് ഹറാമിന്റെ ചിരിയാണ്. ഇനി ഈ അങ്ങനെല്ലാം അർത്ഥം വെക്കണ്ട. ആർക്കെല്ലാം നോക്കാമോ, ആർക്കെല്ലാം സംസാരിക്കാമോ, ആർക്കെല്ലാം പരസ്പരം കണ്ടിട്ട് ചിരിക്കാമോ അവർ ചിരിക്കണം. ഇന്ന് മനുഷ്യന്മാരുടെ മുഖത്ത് ചിരിയില്ല. നല്ല ഈമാൻ സ്ഫുരിക്കുന്ന മുഖം, പുഞ്ചിരിയുള്ള മുഖം, മുകുള്ള ഗബീറുവ മുഖ, അത് മുഅ്മിനിന്റെ ലക്ഷണമാണ്. അത് മുഅ്മിനായ മനുഷ്യന്റെ ലക്ഷണമാണ്. ഞാൻ ഈ പറഞ്ഞത് ചെറിയ 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 അതായത് ഞങ്ങളെ കാഴ്ചപ്പാടില്, ഞങ്ങളെ കൺസെപ്റ്റില്, നമ്മ വീക്ഷണയല്ലേ, ചെറിയ കാര്യമാണെങ്കിലും മേലായ റബ്ബിന്റെ അടുക്കല് അത് വലിയ സൽക്കർമ്മമാണ്, വലിയ ഇബാദത്താണ്, എണ്ണിയാൽ തീരാത്ത പ്രതിഫലം നൽകപ്പെടുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ, നാണൊരു നല്ല പണിയെടുക്കും വിചാരിച്ച, അതായത് കൂടെ ഇങ്ങനെ ബക്കറ്റ് പോകുമ്പോ കവറ് പോകുമ്പോ ആ ഉസ്താദ് ചൊല്ലുന്ന ടൈമില് നിന്റെ മനസ്സിൽ വന്ന് ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരുമ്പോ അല്ലെങ്കിൽ കവറ് വരുമ്പോ ഒരു 10 രൂപ 5 രൂപ 50 രൂപ അത് കീടണോന്ന് വിചാരിച്ച, അങ്ങനെ 10 പോയിന്ന് 3/4 ഗಂಟೆയാകുമ്പോ ബക്കറ്റ് പണ്ട ടൈമില് നാണ് നിന്റെ കീസക്ക് കൈയിട്ടിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പൈസയില്ല, പാക്കറ്റില്ല, മറന്നുപോയിട്. എന്നാൽ മുത്തുനബി തങ്ങൾ പറയുന്നു, ആ നല്ല കാര്യം നീ കരുതിയല്ല, എന്നാൽ നിനക്ക് കൂലിയുണ്ട്. ചെയ്തെങ്കിൽ നിനക്ക് വേറെയും കൂലിയുണ്ട്. നീ കരുതിയനെന്നെ ചെയ്ത കൂലിയുണ്ട്. നിന്റെ നിയ്യത്ത് നല്ലത്. ഇത് എത്ര വലിയ ഓഫറാണ്. എന്റെ അല്ലാഹു തആല ഈ നിലക്കെല്ലാം, ഈ സ്റ്റൈലിലെല്ലാം കാരുണ്യവാനായ റബ്ബ് ഞങ്ങളെ ഈ നിലക്കല്ല, ഞങ്ങളെ ചെറിയ ചെറിയ പണികൾ വലിയ അമലായി, വലിയ ഇബാദത്തായി, വലിയ സൽക്കർമ്മമായി, വലിയ ഗണകാര്യമായി അല്ലാഹു തആല ഏറ്റെടുത്തിട്ട് അതിന് കൂലി തന്നിട്ട് ഞങ്ങളെ ഈ നിലക്കെല്ലാം അല്ലാഹു സ്വീകരിക്കണമെന്ന് എന്താ നിർബന്ധമറിയാ? പൂർവികരായ മനുഷ്യന്മാരെക്കാളേറെ അല്ലാഹു ആദരിച്ചതും ബഹുമാനിച്ചതും ഈ ഉമ്മത്തീങ്ങളെയാണ്, ഈ സമുദായത്തെയാണ്. കാരണം ഉമ്മത്തും മർഹൂമ. ഹബീബുനാ റസൂലുള്ളാഹ് ഇന്ന ഉമ്മത്തി ഉമ്മത്തും മർഹൂമ. മുസ്തഫായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പറ്റി പറഞ്ഞത് എന്തറിയാ? ഈ സമുദായത്തെ പറ്റി പറഞ്ഞത് എന്തറിയാ? ഹബീബായ നബി തങ്ങൾ അവിടുത്തെ ഉമ്മത്തീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് എന്തറിയാ? ഇന്ന ഉമ്മത്തി ഉമ്മത്തും മർഹൂമ. എന്റെ സമുദായം ഒരുപാട് കൃപ നൽകപ്പെട്ട സമുദായമാണ്, ഓഫർ നൽകപ്പെട്ട സമുദായമാണ്, കാരുണ്യം നൽകപ്പെട്ട സമുദായമാണ്. ഇതുപോലത്തെ ഒരു സമുദായം മുൻകാലത്ത് കഴിഞ്ഞു പോയിട്ടില്ല. 1000-ലേറെ വർഷം ജീവിച്ചോ ഈ ലോകത്ത് മഹാനരായ ശൈഖുൽ അംബിയാ
നൂഹ് നബി അലൈഹിസ്സലാം. എന്റെ മുണ്ടില്ല മമ്മജിറമോമല്ല, അള്ളാന്റെ മുർസലായ നബിയാണ് നൂഹ് നബി. വർഗപ്പറ നൂഹ് നബി ശൈഖുൽ അംബിയ എന്ന അപരാധിനാമത്തിൽ അറിയപ്പെട്ട മഹാനാണ്. ലോകത്താ മഹാൻ പ്രബോധനം നടത്തിയത്, വഅല് പറഞ്ഞത്, ദീന് നടത്തിയത് 950 കൊല്ലം, അതായത് 950 നിങ്ങളെ ഭാഷ എന്താ പറയാ, 150 വർഷം. ആ മഹാൻ വയല് പറഞ്ഞു. 1000ഓളം വർഷം ആ മഹാൻ ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചോ, ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിച്ചോ, ജനങ്ങളോടതാ അള്ളാഹുവിന്റെ ഷഹാദത്തിന്റെ കലിമ പറഞ്ഞു കൊടുത്തോ. നോക്കൂ എത്ര വർഷം? 150 വർഷത്തിലേറെ. അതായത് ഞങ്ങൾ റൗണ്ട് ഇടാ 1000 വർഷത്തോളം. 1000 ചൊന്നെങ്കിൽ ഇണ്ടത്തെ പോലല്ലേ, ഇന്നത്തെ പോലല്ലേ. 1000 വർഷം അത് ഞങ്ങളെ ഊഹക്കും അപ്പുറമായിട്ട് കിടുക. ആ വർഷം അത് ഞങ്ങളെ തലക്ക് വരല. ഇപ്പൊ 120 വർഷം ജയിച്ചാൻ ചെല്ലുമ്പോ ഞങ്ങളെ ഹാർട്ട് പോണ്ടു അല്ലേ, ഇല്ലേ? ഞങ്ങളെ നന്റെ അബ്ബ ഉണ്ടാവത്തു, ഞങ്ങളെ ബോബ ഉണ്ടാവത്തു. അയാൾക്ക് 110 ചെല്ലുമ്പോഴത്തേക്ക് ഈ കേട്ടോ അപ്പമേ ഹാർട്ട് ഡൗൺ ആവും. എന്തേ? അത് ഭയങ്കര വിശേഷമേ. 120 ആണ്ട് 110 ആണ്ട് ഇവിടെ ഇവർ. അതേ സമയത്ത് 950 കൊല്ലം, 1000 വർഷത്തോളം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ ദീനിന്റെ പ്രബോധനം നടത്തുകയാണ്. ഷഹാദത്തിന്റെ കലിമയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്. സത്യത്തിന്റെ വഴിയിലേക്ക്, നീതിയുടെ വഴിയിലേക്ക്, ധർമ്മത്തിന്റെ വഴിയിലേക്ക്, അള്ളാന്റെ വഴിയിലേക്ക്. ഇന്നി ദഅഉതു ഖൗമൻ ലൈലൻ വനഹാറാ, ഇന്നി ദഅഉതു ഖൗമൻ ലൈലൻ വനഹാറാ. എന്റെ ജനങ്ങളെ പകലില്ലാതെ ജാവുബോളി എന്ന വ്യത്യാസമില്ലാണ്ട് ഞാൻ ഞങ്ങളെ വിളിച്ച പടച്ചറബ് നിന്റെ ദീനിക നാണങ്ങളെ വിളിച്ച അങ്ങക്ക് വയല് ചൊന്നു കൊടുത്ത ഷഹാദത്തിന്റെ കലിമ പഠിപ്പാട്ടിയ ആയെങ്കിൽ വലം യുഫിദുഹും ഇല്ലാ ഫിറാറാ. അങ്ങ് ബല വെച്ചില്ല അല്ലാഹ്, അങ്ങ് സ്വീകരിച്ചില്ല അല്ലാഹ്. 950 കൊല്ലം, 1000 വർഷത്തോളം മതപ്രബോധനം നടത്തിയിട്ട് മഹാന്റെ വഴിയിലേക്ക് വന്നത് എത്ര പേരറിയാ? 17 പേര്. ഒൺലി 17 ജന. അഭിപ്രായ വ്യത്യാസമുണ്ട്, 40 ആളൊന്നും ഉണ്ട്. ഏതായാലും വിരലിലെണ്ണാവുന്ന മനുഷ്യര്, എണ്ണീട്ട് തീർക്കാവുന്ന മനുഷ്യര്, എണ്ണാൻ പറ്റുന്ന നിലക്കുള്ള മനുഷ്യർ, അവ അത്രമാത്രമേ മഹാനരെ സ്വീകരിച്ചിട്ടുള്ളൂ. എത്ര കൊല്ലാ ദീന് നടത്തിയത്? മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം. ഈ ലോകത്ത് 1.25 ലക്ഷത്തോളം നബിമാർ കഴിഞ്ഞു പോയല്ല അല്ലേ? 1,24,000, 2,24,000 എന്നുള്ള ഒരു പ്രബലമായ അഭിപ്രായമുണ്ട്. ഇരിക്കട്ടെ, 1.25 ലക്ഷം തന്നെ നിൽക്കാതാണല്ലോ ഏറ്റവും വലിയ പ്രബലം. 1,24,000 നബിമാർ ഈ ലോകത്ത് വന്നിട്ട് പറഞ്ഞത് ഒരേ ഒരു വിഷയമാണ്. രണ്ടാമതൊരു കാര്യം അവർ ലോകത്തോട് പറഞ്ഞിട്ടില്ല. എല്ലാവരോട് വാല് ചൊന്നത്, എല്ലാവരും വന്നിട്ട് ഞങ്ങളെ സമുദായത്തോട് പറഞ്ഞ വിഷയ, അങ്ങ് പഠിപ്പാട്ടിയ വിഷയം ഒന്നേ ഒന്നു. അഫ്ളലു മാ ഖുൽതു അനാ വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് എല്ലാവരും വിളിച്ച്, എന്നിട്ട് 1000 വർഷം, 500 വർഷം, 700 വർഷം, 300 വർഷം ആ നബിമാർ ദീനിലേക്ക് ജനങ്ങളെ വിളിച്ചിട്ട് ഇവിടെ വന്നത് ഒരുപാട് കുറച്ച് മനുഷ്യന്മാരാണ്. എന്നാൽ 100 കൊല്ലം പോയിട്ട്, 75 കൊല്ലം പോയിട്ട് കേവലം 60 മാത്രം ജീവിച്ച, 63 വയസ്സ് മാത്രം അതിൽ ദീന് പറഞ്ഞിട്ട് ദഅവത്ത് നടത്തിയിട്ട് ജീവിച്ചത് 20 കൊല്ലം, 23 കൊല്ലം, 23 കൊല്ലം മാത്രമാണ്. ഹബീബുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ മതപ്രബോധനം നടത്തുന്നു, ജനങ്ങളെ തൗഹീദിലേക്ക് വിളിക്കുന്നു, ജനങ്ങൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കുന്നു, ഉപദേശം പറഞ്ഞു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്.
23 വർഷം ഇവിടെ ദഅവത്ത് നടത്തിയിട്ട് പ്രബോധനം നടത്തിയിട്ട് ഹബീബായ നബി തങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷോപലക്ഷം മനുഷ്യന്മാരാണ് ഇവിടെ കടന്നു വന്നത്. സ്വർഗത്തിന്റെ തോപ്പിൽ ജയിച്ച നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എണിച്ചുകൊണ്ട് പോയോണ്ട് നിങ്ങൾക്ക് തീറാ. ഒരു കുറച്ചു നേരം നിങ്ങൾ സബർ എടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഫോണല്ല ബറു. അത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം എടുക്കണോ, അല്ലെങ്കിൽ മെല്ലെ സൈഡാക്കണോ. കാരണം ഇത് സ്വർഗത്തിന്റെ തോപ്പാണ്. ഇതിനൊരു അതബ് ബഹുമാനമെല്ലാം ഉണ്ട്. നിങ്ങൾ ഈ ഇരുന്ന ഇരുത്തത്തിന്റെ ബലം നിങ്ങൾക്കറിയോ? ഈ സമയത്ത് ഊടുന്നു പോയിട്ട് വരാൾ ഈ പള്ളി റൗൾക 2 റക്അത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കരിച്ച് അവിടെ സുജൂദിട്ട് അവിടെ അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ കൂട്ടിയോളൂ. നിങ്ങൾക്ക് മനസ്സിലായി പിടിയാവൂരല്ലോ എന്നെ പളക്ക് വിഷയം. നിങ്ങൾക്ക് തിരിയുന്നില്ലേ? നിങ്ങൾക്ക് എന്തോ ഒരു സമസ്യയുണ്ട്, അല്ല എന്തോ ഒന്നുണ്ട്. നിങ്ങൾ ഇല്ലെന്ന് ചൊന്നു നക്കത് ഡൗട്ടുണ്ട്. ഈ ടൈമിൽ ഊടെ ജയിച്ചവരാള് അവിടെ പോയിട്ട് പള്ളിറുൾക പോയിട്ട് 2 റക്അത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു. നീണ്ട സുജൂദ്, നീണ്ട റുക്കൂ, നല്ല മട്ടം പോലെ അല്ലാഹു തആലാക്ക് നിസ്കരിച്ചു എന്ന് നിങ്ങൾ കുട്ടിയോളറോ. അങ്ങനെ നിസ്കരിച്ച 2 റക്അത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിനേക്കാളേറെ അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമലേതറിയാമോ? ഈ 1 മണിക്കൂറിന്റെ ഇരുത്തമാണ്. ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾ ജയിച്ച ഈ ഇരുത്ത നിങ്ങൾ കേക്കട ഈ വയല ഇത് അല്ലാഹുവിന്റെ അടുക്ക വലിയ ഇബാദത്താണ്. അതുകൊണ്ടാണ് ഇത് സ്വർഗത്തിന്റെ തോപ്പായത്. ബണ്ണയല്ല ഇത് സ്വർഗത്തിന്റെ തോപ്പായോ? നിങ്ങൾ എന്ത് വിചാരിച്ച സ്വർഗത്തിന്റെ എല്ലാ ഐറ്റംസ് കൂടെ ഉണ്ടെന്നാ? നിങ്ങൾക്ക് എന്ത് ഊറുൾ നിങ്ങളെ കണ്ട പെറോ നോക്കണ്ടത് വേറെ പെണ്ണുങ്ങ, അത് ഊറുളിങ്ങൊന്നും അല്ല. ചിരിക്കണ്ട. നിങ്ങൾ നല്ല പെണ്ണായെങ്കിൽ ഊറുളിങ്ങളെക്കാളും വലിയ ദർജയിലാണങ്ങ. ആറ്? ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ പെഞ്ഞായി, ഞങ്ങളെ പെണ്ണ്, ഞങ്ങളെ മോള്, അവർ നല്ലവരാണ്, സ്വാലിഹീങ്ങളാണ്, സ്വാലിഹത്തുകളാണെങ്കിൽ നാളെ അല്ലാഹുവിന്റെ സ്വർഗലോകത്ത് ഊറുളിങ്ങളെക്കാളും മേലെയാണ്. നിങ്ങൾ ദുആറക്കണേ എങ്ങനെ ഒത്തുണ്ടാ? പഠിച്ചോനെ നാണ് മരിച്ചിട്ട് സ്വർഗത്തിൽ കടത്തണോ? നന്റെ സ്വർഗത്തിൽ കടത്തിയെങ്കിൽ നക്ക് 4 ഊരുളിങ്ങളെ തരണോന്നല്ല, നന്റെ പെഞ്ഞായിനമേ നീ നക്ക് തരണോ അല്ല. എന്തൊക്കെ ഗുണകൊണ്ടുണ്ടാ? സ്വർഗത്തിലെ കടന്ന ഞങ്ങളെ പെണ്ണിനാണ് പവറ്, ഗണത്തെ, ഗൗരവ, ശ്രേഷ്ഠത്തെ, മഹത്വം എല്ലാം ഏറെ. അത് മുന്നേ പഠിക്കണം നിങ്ങൾ. അതിന് നല്ലാണോ? അത് കറക്റ്റ് ഉസ്താദ്. നല്ലാണ് ഉസ്താദ്. നല്ല മാത്രം മതിയാലോ. നിക്ക് കിട്ടണമെങ്കിൽ നീയും നല്ലാണോ? നിന്റെ പെഞ്ഞായി നക്ക് കിട്ടണം നല്ല ചൊന്നേ. നിന്റെ പെഞ്ഞായി നിക്ക് കിട്ടണ നീയും നല്ലാണ് മുന്നേ. നീ അവിടെ പോയെങ്കിലേ അവള് കിട്ടേ, അല്ലെങ്കിൽ വേറെ ആളെ കൊണ്ടുപോകും. നീ ഒരു സൈഡിലോ നീ ഇവിടെ പടുപ്പിത്തിരല്ലോ മൂട് പിത്തിരല്ലോ എങ്ങെന്താവും? നീ ഒരേ ജാഗക്ക് പോണോ? അതിന് 2 ആൾക്കും തല്ല പണിയുണ്ട് ഇവിടെ. എന്തോ പണി? വല്ല പണിയൊന്നും എടുക്കണ്ട. ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ അമലെല്ലാം എടുത്തിട്ട് നല്ല പോലെ ജീവിച്ചെങ്കിൽ വയ്യാവും. കച്ചവടാക്കണ്ട, കാർബാറാക്കണ്ട, വ്യാപാരം ഒഴിവാട്ടാക്കണ്ട, ഇന്നോവ കാറ് മേങ്ങണ്ട, പൾസർ മേങ്ങണ്ട, പൊര കെട്ടണ്ട, പൊറന്റെ ആൾക്ക് ഇന്റർലോക്ക് ഇടണ്ടെന്നൊന്നും അല്ല ചൊന്നിട്ടില്ലേ? നീ നല്ല ഇലാക്ക്, നല്ല ഡബിൾ തട്ടിന്റെ പൊരെല്ലാം ആക്ക്. അതൊന്നും തെറ്റൊന്നും അല്ല. നീ പഠിച്ചോനെ വാടക റൗത്തുള്ള വാടക റൗത്തുള്ള ലീസ് റൗത്തുള്ള കുറെ വർഷമായി അല്ല നീ നക്ക് ചെറിയൊരു പൊര തന്നിറല്ലാന്ന് കേക്കണ്ട. കാരണം അള്ളാഹു തലന് നല്ലോണം ഉണ്ട്. നീ വലിയ പൊരമേ കേക്ക്. വലിയ പൊര, വിശാലമായ പൊര. അതൊരു വിശ്വാസിക്ക് ഏറ്റവും നല്ല ഒരു സ്റ്റാറാണ്. ഒരു വിശ്വാസിക്ക് ഏറ്റവും വലിയ ഭാഗ്യാണ്. 4 കാര്യം. അതിൽ 1 ബൈത്തുൻ വാസിയം, വിശാലമായ പൊര, സൗകര്യമുള്ള, എല്ലാ നിലക്കുള്ള സമാധാനവും റാഹത്തുള്ള, തിരിയനും മറിയനും എല്ലാം ജാഗമുള്ള സുന്ദരമായ വീട്. പിന്നെ നീ ചെറിയൊരു പൊര മയ്യാവല്ല, കുറെ വർഷമായി അല്ല നീ ഇത് പുൾപുട്ട് വലിയ പൊരമേഖല. അതേപോലെ തന്നെ ഗടി പഞ്ചറാവാത്ത നല്ല കണ്ടീഷനുള്ള ഗാഡി, അതൊരു വിശ്വാസിക്ക് അല്ലാഹു നൽകുന്ന ഭാഗ്യാണ്. ഗാഡി മേങ്ങണ്ട, പൊര വേണ്ട, കച്ചവടം വഴിപാട്ട് വ്യാപാരം ഒന്നും വേണ്ട എന്നൊന്നും അല്ല ചൊന്നിട്ടില്ല. അതെല്ലാം ആക്ക്, സത്യസന്ധമായ നിലക്കന്നാക്ക്. എന്നിട്ട് 5 നേരം നിസ്കരിച്ചോ. കൊല്ലത്തിൽ 1 തിങ്ങ, എല്ലാ തിങ്ങവും വേണ്ട, കൊല്ലത്തിൽ 1 തിങ്ങ നീ നോമ്പ് നോക്ക്. ആവതുണ്ടെങ്കിൽ ഹജ്ജിക്ക് പോ, കണക്കിന്റെ സ്വത്തുണ്ടെങ്കിൽ സക്കാത്ത് കൊടു, ഇല്ലെങ്കിൽ വേണ്ട. ഈ ഇത്തര പണിയെടുത്തങ്ങ് നിക്ക് സ്വർഗ കട്ടിട്ട ബുദ്ധിയായിട്ടിക്കട. ഡൗട്ടേ ഇല്ല, സംശയമേ ഇല്ല. ഈ കാര്യം നീ എടുത്താ മതി. അതോടൊപ്പം നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്.
നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഇത്തക്കിൽ മഹാരിമാ, ഹറാമുകളെ സൂക്ഷിച്ചോ. ഹറാം സൂക്ഷിച്ചാൽ തന്നെ ഇബാദത്തായി. കള പറയണ്ട, ഹറാമാണ്. കക്കണ്ട, ഹറാമാണ്. അന്യ പെണ്ണിനെ നോക്കണ്ട, അന്യ ചെറുക്കനെ നോക്കണ്ട, ഹറാമാണ്. ഗാഞ്ച വലിക്കണ്ട, മദ്യവസനിയാവണ്ട, ഹറാമാണ്. കള്ള് കുടിക്കണ്ട, ബഡ്ഡി കൊടുക്കണ്ട, ബഡ്ഡിക്കെടുക്കണ്ട, ഹറാമാണ്. അതെല്ലാം നീ സൂക്ഷിച്ച് പോലെ. ഔലിയാക്കളെ എണ്ണം ക്ലിപ്തമല്ല, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ആദം നബി അലൈഹിസ്സലാം തൊട്ട് ലോകത്തിന്റെ അവസാനം വരെ ഔലിയാക്കളുണ്ട്, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്, ഇന്ന് ജീവിച്ചിരിക്കുന്നുമുണ്ട്, ഇനി വരാനുമുണ്ട്. ഔലിയാക്കന്മാർ എത്ര നൂറാൾക്ക് ചൊല്ലതീറ, നബിമാരെ പോലെ. നബിമാരെ കണക്ക് കൃത്യമായിട്ട് ചൊല്ല. എന്നാൽ ഔലിയാക്കന്മാർ ഇത്ര മനുഷ്യന്മാർ എന്ന് ചൊല്ലാവല. അള്ളാനെ പേടിച്ചിട്ട് ജീവിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും അള്ളാന്റെ ഔലിയാക്കളാണ്. പ്രത്യേകിച്ച് ആലിമീങ്ങള്, ആലിമീങ്ങൾ അള്ളാന്റെ ഔലിയാക്കളാണ്. ഏതാലിമു? ആലിമി ചൊന്നങ്ങാറ് നണ്ട പോലെ കോട്ടും സൂട്ടും തൊപ്പിയെല്ലാം വെച്ചിട്ട് വന്നോ ആലിമാന്നില്ല. ആലിമി ചൊല്ലണമെങ്കിൽ അത് അങ്ങനത്തെ ആൾമാരാണോ? തട്ടൊക്കെ കെട്ടിയ സ്ഥലത്തേക്ക് ആലിമൗടാ. അങ്ങനെ അത് മൻമോഹൻ സിംഗ് എത്ര പേര് ആലിമാണോ? ഗ്യാനി ജയിൽ സിംഗ് പിന്നെയും ആലിമാണോ? കോട്ടിട്ട് സ്ഥലത്തേക്ക് ആലിമൗടാ. ഇപ്പൊ എല്ലാവരും ഇട്ടാണ് ഞങ്ങളെ പുതിയ അപ്പിളെ ഡബിൾ കോട്ടിട്ടില്ല, കാന്തകതയ്ക്ക് വന്ന മഹദീമാൻ വന്ന പോലെ. അവൻ എത്ര പേര് ആലിമാണോ? പാടാവന്റെ പെറോളാവന്റെ അബ്ബ വന്ന ഈസാ നബി വന്ന പോലെ ത്രിബിൾ കോട്ടിട്ടിട്ട്. നിങ്ങൾ ചിരിക്കുമ്പോ ഡൗട്ട് ഉണ്ട്, നിങ്ങൾ അങ്ങനെ വന്നേ വന്നു അല്ലേ? അപ്പൊ കോട്ടു സൂട്ടൊന്നും ആലിമിന്റെ മാനദണ്ഡമല്ല. ഇൽമുള്ളവർ എന്ന് പറഞ്ഞാൽ, അലിമെന്ന് പറഞ്ഞാൽ അറിവനുസരിച്ച് ഇൽമനുസരിച്ചിട്ട് അള്ളാഹ്ക്ക് വഴിപ്പെടുന്നവരാണ്, അള്ളാഹ്ക്ക് ഇബാദത്തുള്ളവരാണ്. അള്ളാഹു ഞങ്ങളെ ആമിലീങ്ങളായ ആലിമീങ്ങളാക്കട്ടെ. ആമീൻ ജല്ലല്ലാഹു ഞങ്ങളെ ഉഖ്റവിയായ ആലിമീങ്ങളാക്കട്ടെ. പറയുന്ന കാര്യം എനിക്കും കേൾക്കുന്നവർക്കും അല്ലാഹു ഉപകാരപ്പെടുത്തട്ടെ. എന്നാൽ ലൗലം യകുനിൽ ആലിമു വലിയൻ ഫലൈസ ലില്ലാഹി വലിയൻ. ഇമാമുനാ ശഫീഈ. അതേ ആലിമു വലിയല്ലെങ്കിൽ അള്ളാന്റെ ലോകത്ത് അല്ലാഹ്ക്ക് വേറെ വലിയില്ല. കാരണം അള്ളാന്റെ ആലിമ് അള്ളാന്റെ വലിയാണ്. യഥാർത്ഥ ആലിമ, സത്യസന്ധനായ ആലിമ, ചെറിയ ചെറിയ വിഷയത്തേക്ക് പിണങ്ങുന്ന ആലിമ വലിയല്ല. പാർട്ടിയാക്കിയിട്ട് ഗുലുമാലാക്കിയിട്ട് ആപ്പീസാക്കിയിട്ട് ആകെ ഹൽക്കുൽത്താക്കിടമോ ആലിമല്ല, അള്ളാന്റെ വലിയല്ല. നിങ്ങൾ വാട്സപ്പ് ഫേസ്ബുക്കിലെ കണ്ട പോലെ കണ്ടാറില്ല ഒരു ഖത്തീബ് മൗലവി തല്ലാക്കിയത്? എന്തൊക്കെ ആയില്ലര തല കിട്ടാത്തത്? അത് വെറുതെ അല്ലേ? അത് ഏതോ ഒരു സ്വിച്ച് പിടിക്കാത്ത പിരാന്ത അങ്ങനെ ടൈറ്റിൽ എഴുതിയ മാത്രം ഞങ്ങൾ ഷെയർ ആക്കിയ ഏതോ ഒരു പിരാന്ത, ഒരു മൂച്ചി പിരാന്ത എൽറ്റി വിട്ട അയിലറെ തല കിട്ടാത്തക്ക് ഖത്തീബ് മുക്കറെ ചവിട്ടി. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഏതോ ഒരു തലക്ക് സുഖമില്ലാത്തവർക്ക് എൽഡിയ ഞങ്ങളെപ്പോലത്തെ പെട്ട് കമ്മിയ ഷെയർ ആക്കിയ, സെൻഡ് ആക്കിയ അല്ലേ? അത് കേട്ടിട്ട് എത്ര ആളെ വോയിസ് ഉണ്ട്, വില വില ഈമാന്താരി. ഓ, ഈ മൗലമാർക്ക് കുത്തുറില്ല, എപ്പോഴും കോയി കഥ കൂട്ടിയിട്ട് കുത്തുറും. നീ പിന്നത് മണ്ണ് തിന്നിറമാ, നീ മണ്ണ് തിന്നിറമാ, നീ അതിന്റെ നിജാംശ വാസ്തവാംശ പഠിച്ചേ ഇല്ലല്ലേ? ഒരു കാര്യം അറിയാതെ പറയരുത്. ആ പറഞ്ഞോണ്ട കാട്ടി ഏറെ, ആ ടൈറ്റിൽ എഴുതിയോണ്ട കാട്ടി ഏറെ കുറ്റോ അത് ഇടിയെ പ്രചരിപ്പിച്ച് ഷെയറാക്കിയ സണ്ടാക്കിയ നിങ്ങൾക്ക് ആരല്ലത് പ്രചരിപ്പിച്ചാറ്. പിന്നെ ഫസ്റ്റ് ആരെന്ന് കിട്ടിയോ അവിടെ അതിന്റെ എല്ലാ കുറ്റങ്ങളും ഏൽക്കേണ്ടി വരാം. സത്യം പറഞ്ഞ ഖത്തീബും മുക്രിം അവിടെ തല്ലായിര്, അത് നേരെ. അപ്പൊ തല്ലായിരല്ലോ ഉസ്താദ്, തല്ലായിര് അത് അയിലന്റെ തലക്കല്ല, അത് മത്തിന്റെ വീഴത്തുക അല്ല. തല്ലാക്കിയ മനുഷ്യന്മാരല്ല പോവാ, തല്ലാക്കാണ്ടിക്കുവാറ മനുഷ്യന്മാരല്ലേ? അവരും ആലിമീങ്ങളും മനുഷ്യന്മാരല്ലേ? ആക്കൊത്തീറ തല്ലാക്കൊത്തീറ, തല്ലാറും ആക്കൊത്തീറ, ആലിമ് എങ്ങനെ ആക്കൊത്തീറ അങ്ങ് പിന്നെയും ജാഗ്രത ആക്കണോ? കളവാറും ചൊല്ലോ തീറ, ആലിമ് എങ്ങനെയും ചൊല്ലോ തീറ.
നിങ്ങൾക്ക് ആലോചിച്ചാൽ പിന്നെ ഞങ്ങൾക്കെന്തോ നിങ്ങൾക്ക് ആലോചിച്ചൊന്നും ഞങ്ങൾക്ക് ആലോചിച്ചുള്ള തീര കാരണം എന്താ ഞങ്ങൾ മാതിരി മനുഷ്യന്മാർ ഞങ്ങൾ തെല്ല് ജാഗ്രതാക്കോ നിങ്ങൾ കക്കോ തീറ ഞങ്ങളെയും കക്കോ തീറ എന്തേത് അത് നിങ്ങൾ കക്കറാറില്ല പോവാ അപ്പൊ ഞങ്ങൾക്ക് കക്കല്ലേ പിന്നെ നാണ് മോയിലാറായിട്ട് എന്ത് കാര്യ നിങ്ങൾ കക്കോ തീറ നാണി എങ്ങനെയും കക്കോ തീറ നാണേ കക്ക തുടങ്ങങ്ങ് നാണെ കള്ളാൻ പിന്നെ നിങ്ങൾ ജാമ കള്ളാവാറ് അതങ്ങനെ മേല്ലേ ഗുരു നിന്നിട്ട് വീത്തിയെങ്കിൽ ശിഷ്യ നടന്നിട്ട് വീത്തുവാല നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നില്ലേ പിന്നെ ഈന്റെ കാട്ടിയപ്പറയാൻ എങ്ങനെ അൽഹംദുലില്ലാ അപ്പൊ അല്ലാഹു തആലാന്റെ ലോകത്ത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഔലിയാക്കന്മാരാണ് ആലിമീങ്ങൾ. അത് ഖുർആനിലുണ്ട്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിന്റെ ലോകത്ത് അല്ലാഹുവിനെ ഏറെ അറിഞ്ഞു വഴിപ്പെടുന്നത്, അല്ലാഹുവിനെ അറിഞ്ഞു പേടിച്ച് ജീവിക്കുന്നത്, എപ്പോഴും ദിക്റിലായി അല്ലാഹുവിന്റെ ഫിക്റിലായി അവന്റെ ഇബാദത്തിലായി ഈ ലോകത്ത് കഴിഞ്ഞു പോകുന്നവർ അല്ലാഹുവിന്റെ ആലിമീങ്ങളാകുന്നു. പരിശുദ്ധ ഖുർആനാണ്. അവരുടെ ജീവിതത്തിലെ കളങ്കമില്ല. മഹാന്മാരായ ആലിമീങ്ങൾ എടുത്തു നോക്ക്, ഞങ്ങളെ വലിയവരായ ഉസ്താദുമാരെ ഒന്ന് പഠിച്ചു നോക്ക്. അവരുടെ ജീവിതത്തിൽ ഹറാമ് വരല, കറാഹത്ത് വരല, അവരാരെയും ചതിക്കല, അവരുടെ ഭാഗത്ത് ഇബാദത്തിനൊരു ഫോൾട്ട് വരല. വന്നെങ്കിൽ അയാള് ശരിക്കുള്ള ആലിമല്ല. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ, അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. കഴിവിന്റെ പരമാവധി ആ നിലക്ക് സൂക്ഷ്മത പാലിക്കണം. എല്ലാത്തിലും അവർ മാതൃകയാണ്. ഞാൻ മാതൃകയാകേണ്ടവനാണ്. നിങ്ങൾക്ക് ഞാൻ മാതൃകയാകേണ്ടവനാണ്. ഞാൻ തന്നെ കള്ളനായാലോ കളവ് പറയുന്നവനായാലോ, ഞാൻ എന്നെ അയിലന്റെ തല കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തല്ലാക്കുന്നവനായാലോ, പിന്നെ ആയത്തങ്ങളെ നാട്ടുകാരെ കഥ പറയണ അല്ല ഉസ്താദ പിന്നെന്ത് കത്തി മുക്കുറി തല്ല ആക്കിയോ അതെന്തോ കൊന്തുണ്ട എന്തോ അങ്ങനെ ഡെലി ചെറിയൊരു മുന്നമി വരെ അരസ ഇൻത്ത് ആ മൊയിൽ അവർ ഒരു ഏത്ത് കിട്ടോ കാത്തു നിർ അങ്ങനെ വിഷയം മുണ്ടിയിട്ട് തെല്ല് ജോറായി അതിൽ പിന്നെന്താ നമ്മ ശരിയെത്ത തെരീക്കത്ത എന്തോ വിഷയം ഒന്നുമില്ല അത് നിങ്ങൾക്ക് പിടിയാവല്ല അത് അങ്ങനെ സ്റ്റോറി അത് അപ്പം അതെല്ലാം കേൾക്കണ്ടേ നിങ്ങൾ ഏതായാലും ഐലൻ്റെ തല അല്ല വിഷയ ഈ പെട്ടുകമ്പി എൽറ്റിയ പോലെ ഐലൻ്റെ തലക്ക് തല്ലാക്കിയതല്ല ബിൽക്കുളല്ല അത് വെറുതെ അത് ഷെയർ ആക്കിയ നിങ്ങൾക്കും ഉണ്ട് കുറ്റം ഏതൊരു വിഷയം ജാഗ്രത നാളെ അല്ലാഹു തആല ചോദ്യം ചെയ്യും അങ്ങനത് മാത്രമല്ല ഒരു കാര്യത്തിന്റെ വാസ്തവാംശം അറിയാതെ നിജാംശം അറിയാതെ സത്യാസത്യത്തെ അറിയാതെ അതിന്റെ ശരിയും തെറ്റും അറിയാതെ നിങ്ങളത് പറയാനോ പ്രചരിപ്പിക്കാനോ നിൽക്കല്ലേ ഇന്ന സമഅ വൽ ബസറ വൽ ഫുവാദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ പാടില്ല എല്ലാം നാളെ അല്ലാഹു തആല ചോദ്യം ചെയ്യുന്നതാണ് നിങ്ങളെ കൈകളെ കുറിച്ച് നിങ്ങളെ കണ്ണുകളെ കുറിച്ച് നിങ്ങൾ ഷെയറാക്കിയോ സെൻഡാക്കിയോ നിങ്ങളെ ബെർലുകളെ കുറിച്ച് നിങ്ങളെ കൽബിനെ കുറിച്ച് എല്ലാം അല്ലാഹു തആല ചോദ്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം അറിയാത്ത കാര്യം പറയല്ലേ പ്രചരിപ്പിക്കല്ലേ അവൻ മുനാഫിഖാണ് എൽദ്യമല്ല അവൻ പടുമുനാഫിക്ക് അവനെ പെടോറോ അവൻ അല്ലായിട്ട് നോക്കോ ഈ ബർദൈനെ പ്രചരിപ്പിച്ചവർത്തുള്ളല്ലേ അവൻ ബില്ല മുനാഫിക്കാണ് സഹാബികളിൽ നിന്നിട്ട് ഈ നിലക്കുള്ള തെറ്റ് വന്നപ്പോ അള്ളാന്റെ ലോകം കണ്ട പ്രഥമസ്ഥാനീയരായ ഔലിയാക്കളാണ് സഹാബത്ത് അവരിൽ നിന്നിട്ട് ഈ നിലക്കുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചപ്പോ അല്ലാഹു തആല അവരെ പറ്റിയും പറഞ്ഞു മുനാഫിക്കാണെന്ന് ഒരു നാട്ടുകാർ വന്നിട്ട് ഒരു റായത്തങ്ങ് വന്നിട്ട് നബിയോട് പറഞ്ഞു നബിയെ ഞങ്ങളെ റായത്തെ പള്ളിയിൽ ഉസ്താദില്ല നബിയെ ഖാലി ഇല്ല നബിയെ ബുഖറിയില്ല ഖത്തീബില്ല നബിയെ ഞങ്ങൾ പുതു മുസ്ലിമീങ്ങളാ നബിയെ ഞങ്ങൾ ന്യൂ മുസ്ലിമീങ്ങളാ നബിയെ ഞങ്ങൾക്ക് ഫാത്തിഹ അറിയാല നിസ്കാരം അറിയാല ദീൻ അറിയാല അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പോലെ ദീന് പഠിപ്പിക്കാൻ ഒരറിവുള്ള ഒരു ഉസ്താദിനെ ഒരു സഹാബിയെ പറഞ്ഞേക്കുമോ നബിയേ ഹബീബായ നബി തങ്ങളോട് ചോദിച്ച നേരം മുസ്തഫായ റസൂലുള്ളാഹി നല്ലൊരു സഹാബിയെ പറഞ്ഞേക്കുകയാണ് എല്ലാ നിലക്കുള്ള ക്വാളിഫിക്കേഷൻ യോഗ്യത അർഹതയുള്ള നല്ല അറിവുള്ള ആ നാട്ടുകാർക്ക് ഇൽമു പഠിപ്പിക്കാൻ മതം പഠിപ്പിക്കാൻ ശരീഅത്ത് പഠിപ്പിക്കാൻ അവർക്ക് നേതൃത്വം നൽകാൻ ഇമാമാവാൻ ഖത്തീബാകാൻ എല്ലാം കൊണ്ടും ഫിറ്റായ ഒരാളെ നബി തങ്ങൾ പറഞ്ഞേക്കുന്നു. 6 ആയത്തേക്ക് പോണ്ടല്ലേ
അപ്പോൾ പോകുമ്പോഴത്തേക്ക് റസൂലുള്ള ചൊന്തു ഇപ്പമേ ഗഡിപിടിയാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകണമെന്നില്ല, ഇൻഷാ അല്ലാ നാളെ മറ്റന്നായിട്ട് പോയി മയ്യാവും. അങ്ങനെ ഇയാൾ പോയിട്ട് ഡ്രസ്സ് അത് ഇതെല്ലാം റെഡിയാക്കി ഇമാമിങ്ങൾ ഒരുപാട് മുഫസ്സിരീങ്ങൾ, ഇമാം ജലാലൈനി, ഇമാം സ്വാവി, അങ്ങനെ തുടങ്ങി ഒരുപാട് ഇമാമിങ്ങൾ ഈ ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് ഡിങ്കന്റെ കഥ അല്ല. അങ്ങനെ ആ സഹാബി എന്താക്കി അറിഞ്ഞ അങ്ങ് പോയാറ് വന്നിട്ട് കേട്ടങ്ങുണ്ടല്ലോ ഞങ്ങൾക്കൊരു ഉസ്താദിനെ തരണോണ്ട് ഉസ്താദ്, ഞങ്ങൾ വേണ്ടിയ പോലെ എല്ലാം അറേഞ്ച്മെന്റ് ആക്കുക, അയാൾക്ക് വേണ്ടിയ സവളത്തു സൗലഭ്യ സൗകര്യ ഫെസിലിറ്റി ഞങ്ങൾ ആക്കി കൊടുക്കാൻ നബിയ, ഞങ്ങൾക്ക് ദീന് പഠിപ്പാട്ടോ, ഞങ്ങൾക്ക് നേതൃത്വം നൽകുക, ഒരറിവുള്ള ഒരാൾ വേണം ചെന്നപ്പോ റസൂലുള്ള പറഞ്ഞു ഒരാളെ തരാ പേടിക്കേണ്ട, നിങ്ങൾ പോ ആയി ഇൻഷാ അല്ലാ ഞങ്ങൾ പോകേണ്ട നബിയ നിങ്ങൾക്ക് അടുത്തോ ആയി. റസൂലുള്ള ആളെ സെറ്റാക്കി, അയാൾ അതിന് ഒരുങ്ങി ഔത്തു പോയിട്ട് ഉമ്മ മക്കളൊട്ടെല്ലാം ചൊന്തു, എന്നിട്ട് കെട്ടും മുട്ടും ബാഗും ഡ്രസ്സും അത് ഇതെല്ലാം എടുത്തിട്ട് അയാൾ പുറത്തായി. ആ മഹാന്റെ പേരുണ്ട്, ഞാൻ ഇപ്പൊ നീട്ടി പറയുന്നില്ല, ചരിത്രം പറയലുക എൻ്റെ ലക്ഷ്യമല്ല, എൻ്റെ വിഷയം അതല്ല. ഞാൻ ഇത് പറഞ്ഞതിന് ഒന്നുണ്ടാ, ഒരാൾ വിഷയം കേട്ടിട്ട് അതിന്റെ വാസ്തവാംശ നിജാംശ അറിയാണ്ട് ഞങ്ങൾ ഇടപെട തീറ ചൊല്ല തീറ ഷെയറാക്കോ തീറ വിഷയമുണ്ടോ തീറ ബോംബെയിൽ തല്ലാക്കിയ പോലെ ആക്കോ തീറ. ബോംബെയിൽ അങ്ങനെ പോലെ അവിടെ റോഡ് സൈഡിൽ ആരും ചൊന്ന കേട്ടത്, റോഡ് സൈഡിൽ ഒരുത്ത പോയിട്ട് അടിച്ചവനുണ്ടെങ്കിൽ ഒരുത്ത തല്ലായിട്ട് ഉണ്ടെങ്കിൽ പാടവിടെ കൂടി അങ്ങനെ പോയിട്ട് അടിക്കറ പോലെ തലേന്ന് തല പിന്നെ കേൾക്കറ പോലെ അടിച്ചോട്ടെ നീ എന്തൊക്കെ അവൻ്റെ അടിക്കേന്ന് എല്ലാവരും അടിച്ചിട്ടായിട്ട് പിന്നെ കേൾക്കുന്ന പോലെ ഈ അറബികൾ അടിക്കും പോലെ. അറബികൾ അങ്ങനെയാണ്, അറബികൾ എന്ത് തെറ്റ് ചെയ്താലും അടിക്കും. അവരുടെ മക്കളെ എല്ലാവർക്കും അടിക്കുന്നല്ല, അടിക്കുന്ന അറബികൾ അടിക്കും. ആ അടിക്കുന്ന സമയത്ത് ഏത് അറബിയും ഫസ്റ്റ് തുടങ്ങുന്നതാണോന്നുണ്ടാ ഫല്ലൽ മക്ക കുർത്തക്കേടാക്കിയെങ്കിൽ അപ്പുറപ്പുറം തപ്പാക്കിയെങ്കിൽ ഫല്ലൽ വിളിച്ചിട്ട് അയാളെ കൈ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും ഒറ്റടി സലാം ചൊന്നിട്ടേ അടി. ഞങ്ങ അവൻ്റെ നായിക്കും തന്തക്കും അതുക്കും ഇതുകല്ല വിളിച്ചിട്ടേ അടി. പുളി വിളിച്ച വെട്ടും പിന്നെ നേരാവ കിടാവും. നീ ആർക്കല്ല വിളിച്ച ഈ അടിക്കുമ്പോ അടിച്ചെന്തൊക്കെ പൊട്ട് വിട് വിടും അത് വിട്. സഹാബി അതാ പോകാൻ ഒരുങ്ങി, അയാൾ പോയി. ഞങ്ങൾ ചുരുക്കുന്നു, ചരിത്രം ചുരുക്കുന്നു, ചുട്ടുക്കാക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയമില്ല. ആ മഹാൻ പുറപ്പെട്ടു. ആ മഹാനെല്ലാം കെട്ടുമുട്ടലാക്കി നല്ല സന്തോഷത്തിൽ ഹാപ്പിയായി കുടുംബക്കാരോട് റസൂലുള്ളാഹി തങ്ങളുടെ സമ്മതം കേട്ടിട്ട് അറിവുള്ള ആലിമായ ആ സഹാബി പോയിട്ട് അങ്ങനെ എത്തിയിട്ടതാ നാടിന്റെ അതിർത്തിയിലേക്ക് എത്തുകയാണ്. രാപ്പകൽ അങ്ങനെ നടന്നിട്ട് എത്തേണ്ട നാട് മഹല്ല് ആ നിൽക്കേണ്ട ജാഗ എലി പോയിട്ട് അയാളെ പണിക്ക് ജോയിൻ ആവണായ ജാഗ അവിടെ പോയിട്ട് അയാളതായത്തുക കുറച്ചുള്ള പോയിട്ടതാ പക്ഷിക്കര ആ ഗഡിയിൽ പോയിട്ട് അയാൾ എത്തിയപ്പോ ഉസ്താദ പക്ഷിക്കര എന്നാ ഉദാഹരണം ചൊന്നോ നിങ്ങൾക്ക് ಬೇಗ പിടിയാവ് വേണമായിട്ട് ഉദാഹരണം ചൊന്നോ പക്ഷിക്കര ಅಂದಿಂತ ನಿಂಗೆ ಕೇಳ್ಕಂಡ ಹುಡುಗ ಸಾಹೇಬ್ ಬಂದಿಟ್ಲಲ್ಲೇ ನಾಳೆ ಕ್ಲಿಪ್ ಬರುವ ಆರು ಲೈವ್ ಈ ಲೈವೇ ಅವ್ರು ಇದಾಯಿರು പൊട്ടോ ലൈവ് ദൂരത്തങ്ക് നിങ്ങൾക്ക് റായത്തങ്കല്ല ലൈവ് റായത്തങ്ക മജ്ലിസിൽ ഇൽമിലേ പറഞ്ഞോ സ്വർഗത്തിന്റെ തൊപ്പിലെ പറഞ്ഞോ പിന്നെ ഇതെല്ലാം കേക്ക് വേണമായിട്ട് ചില നല്ല മനുഷ്യന്മാരുള്ള അങ്ക് വേണമായിട്ടുള്ള ഒരു സൗകര്യമായിട്ട് ഇവിടെ ലൈവ് അല്ലാണ്ട് ഊടുള്ളങ്ക ലൈവ് അല്ല ഊടുള്ളങ്ങ് ഊടകേ പറഞ്ഞോ ഊടക പണ്ടേ പിന്നെ ലൈവ് എന്തൊക്കെ അവിടെ ഒത്തു ഞങ്ങൾ പണ്ടില്ല ഞങ്ങൾ ഒത്തു നോക്കറോ ഒക്കെ അതാവല്ല നിങ്ങൾ ഊടകേ പറഞ്ഞു അൽഹംദുലില്ലാ വന്ന് നിങ്ങൾ ഭാഗ്യവന്മാരാണ് അള്ളാഹു ഞങ്ങളെയും കബൂലാക്കട്ടെ. ആ സഹാബി പോയിട്ട് അവിടെയുള്ള ആ ഗടിക്കെത്തിയപ്പോ ഉണ്ടല്ലേ ആ റായത്തങ്ങളെ ഗടിക്കെത്തിയപ്പോ യാ റഹ്മാൻ അവിടെ ഉണ്ട് കുറെ ആ റായത്തങ്ങ മനുഷ്യന്മാർ ബടി കുന്ത ബെടി തോക്കു എല്ലാം പിടിച്ചിട്ട് നല്ല സ്കൗട്ട് സ്റ്റൈലിൽ നിന്നു. അങ്ങനെ കുറെ കോഡ് ഭാഷയെല്ലാം ചൊന്നുണ്ടല്ലോ ഇയാളിവിടെ പോയിട്ട് നോക്കുമ്പോ ഇയാള് വിചാരിച്ച് ജീമ കിട്ടിയ ലാഭ ചൊന്നിട്ട് ഇയാള് ഗോവിന്ദ റിട്ടേൺ ഒരേ വാച്ചള് പോയിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു നബിയേ ചതിയന്മാരാണവര് കപടന്മാരാണവര് വഞ്ചകന്മാരാണവര് അവര് നബിയെ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഒരാളെ ഒരു ഉസ്താദിനെ തരണോ ഒരു കാലിനെ തരണോ ഞങ്ങൾക്കൊരു ആത്മീയ നേതൃത്വം നൽകാൻ ഒരാള് ബേണ് ചൊന്നിട്ട് കൂടെ വന്നാറില്ല നബിയെ അതങ്ങ കളവ് ചൊന്നത് നബിയേ നിങ്ങൾക്ക് വിഷയം തൊണ്ട് നബിയേ ഞാൻ അവിടെ പോയിട്ടാകുമ്പത്തുക അങ്ങ് ദൊന്നെ കത്തി തളുവാറെല്ലാം പിടിച്ചിട്ട് മുത്താലിക്കിന്റെ സ്റ്റൈലിൽ നിന്നിറാറ് പിടിയേക്കേ ആ എല്ലാ ആൾക്കും ചോല തീറ ഇടക്ക് പോകും അത് നിങ്ങൾ വേഗം പിടിച്ചോളണം. നന്ന ഭയാണാക്കി പിന്നെയും പണിയാവും. ആ പേടിയില്ല എന്നങ്ങ് നോക്കണല്ലേ ജാഗ്രത ഇതെല്ലാം എപ്പോഴും വേണമെന്നല്ലേ പേടിയില്ല ചൊന്നിട്ട് തീക്ക് തുല്യങ്ങാവാ ധൈര്യം കൊണ്ട് ചൊന്നിട്ട് പൊന്നു കൊണ്ടായിട്ട് അവിടെ കട്ടൽ വെച്ചങ്ങാവാ അത് വെട്ടിയിലെ വെക്കണോ കട്ടൽ വെച്ചെന്നിട്ട് ധൈര്യമല്ല പോവില്ല അത് പേടിച്ചിട്ടല്ല അതെന്റെ കർമ്മ ഏതായാലും വിടും.
റസൂലുള്ളാഹിയോട് വേണ്ടി പറഞ്ഞു, നബിയെ ഇതിങ്ങനെ സംഭവം അങ്ങനെ ഞങ്ങളെ ചതിക്കു നോക്കിയാറ്. നബിയോട്ട് വന്നിട്ട് അങ്ങ് കളുചൊന്നാറ്. നാ നന്റെ ആയുസിന്റെ ബലത്തിൽ രക്ഷപ്പെട്ട നബിയെ. യാ അല്ലാഹ് നബിയെ. റസൂലുള്ളാഹി തങ്ങൾ മിണ്ടാണ്ടിരുന്നു. ഓക്കെ ആയിഷാറില്ല പൊട്ടു. ഇയാൾ പോയിട്ട് അവിടെ ദയിച്ചിട്ട് അരഘണ്ടമോ 3/4 ഗണ്ടമോ അല്ല ഒരെണ്ണമോ അത് വിടും. കുറച്ച് നാൾ കഴിഞ്ഞിട്ട്, കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് ഹിരിയന്മാർ, നേതാക്കൾ, ആചാരം പോലത്തെ ഞങ്ങളെ റായത്തെ നേതാക്കന്മാരായിട്ടുള്ള മനുഷ്യന്മാർ വന്നാറ്. ആ ബർമ്മത്തും ഞങ്ങളെ കയ്യിൽ തൊണ്ണേ തളവാറ് കത്തിയെല്ലാം ഉണ്ട്. സാധാരണ നല്ല അച്ചടക്കത്തിൽ, നല്ല ബഹുമാനത്തിൽ, റെസ്പെക്റ്റില് വന്നാറ്. വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ സലാം പറഞ്ഞു. നബിയെ അങ്ങളെ പണ്ടത് കണ്ടപ്പോ ഈ പോയ ആള് പിന്നെയും പായ നോക്കി അവിടെ. റസൂലുള്ളാഹി പറഞ്ഞു, നാണുള്ളല്ലേ, പേടിക്കണ്ട, അവിടെ അതായത് പോയി, എന്നെ പേടിക്കണ്ട, എന്നെ നോക്കാം. അങ്ങ് വന്നാറ്. സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. നബി തങ്ങൾക്ക് സലാം പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, നബിയേ നിങ്ങളയച്ച ആള് വന്നില്ലല്ലോ നബിയേ, അവിടെ എത്തിയില്ലല്ലോ നബിയേ, ഞങ്ങളവിടെ കാത്തിരിക്കുന്ന നേരം കുറയായി നബിയേ. ആ സമയത്ത് ഇയാള് പറയുന്നത്, നിങ്ങളെ റായത്തുക മനുഷ്യന്മാർ പണ്ട് നിങ്ങൾ ചതിയന്മാരല്ല, നിങ്ങൾ കപടന്മാരല്ല, നിങ്ങൾ ഞങ്ങളെ കൊള്ള വേണായിട്ട് എടുത്ത പണിയല്ല. ഞാൻ അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കോ ഒരു അരഗണ്ട പിന്നെയും നടന്നിങ്ങ ഞാൻ അവിടെ തട്ടിയ അല്ല നന്റെ കാത്ത്. അപ്പൊ വന്ന് തറകെട്ട് ഞങ്ങളെ മാജി അധ്യക്ഷ, ഇപ്പത്തെ ഗൗരവാധ്യക്ഷ, ഫോർ എക്സാമ്പിൾ ഉദാഹരണം നാളോട് ആൾക്കോൾ താ ഉസ്താദ് ഈ ഗൗരവാധ്യക്ഷ അല്ല ചൊന്നത് അല്ല, കല്ലിമിന്നാസ അല കതിരി ഉക്കൂലി എന്ന് കിതാബിലുണ്ടല്ലോ ഉസ്താദ്. അതായത് മനുഷ്യന്മാർക്ക് വേഗ പൊട്ടുற ഭാഷയിലും ഉണ്ടോണോ നന്ന ബയാനാക്കോ തീറാന്ന്. അതൊക്കെ വേണമായിട്ട് ആ ഉദാഹരണം ചൊന്നോ. നിങ്ങനെ നാളെ നീ ഇവിടെ അൾക്കുൾ താക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ കമ്മിറ്റി ഉണ്ടല്ലേ, എത്ര മെമ്പർ എന്നാറ് നാളെ ചർച്ച ഇപ്പം അതായിട്ട് കൂടെ. ഞങ്ങൾ ആവശ്യമുള്ളതൊന്നും ചർച്ച ആക്കല, ആവശ്യമില്ലാത്തൊരു ഭയങ്കര ചർച്ച. ഏതോ ഒരു പള്ളിൻ്റെ ഉസ്താദ്, അയാളവിടെ കുറേ വർഷമായി, ഒരു ആവശ്യമില്ലാത്തക്ക് ഞങ്ങൾ ഭയങ്കര ചർച്ച ആക്കറാന്ന് ഒരു ഉദാഹരണം ചൊല്ലെ. ഒരു ഉസ്താദ്, അയാൾ പള്ളിയിൽ കുറേ വർഷമായി, അയാൾ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തിലുണ്ട്. ഇപ്പോൾ ഒരു 2-3 തിങ്ങായി അയാൾക്ക് ഷുഗറായി. ഷുഗർ പ്രമേയം, സക്കര കായിലെ അത് വന്നിട്ടാകുമ്പോൾ അയാൾക്ക് എന്താ അറിഞ്ഞാൽ എല്ലാവർക്കും പഞ്ചാരയുടെ തീറ, അത് മധുരയുടെ തീറ എന്ന് മാത്രമല്ല, ഇയാൾക്ക് അതിൻ്റെ കൂടെ എന്തായാലും ഒത്തുണ്ടാ. ഇയാൾക്ക് എന്തോ ഒരു മലാമത്തൊരു ഷുഗർ വന്നു. ഇയാൾക്ക് ഇപ്പോൾ പൈപ്പ് ചെയ്യാറ് എത്ര പേച്ചും വയ്യാവില്ല, എത്ര വയ്യാവില്ല. ഇത് ഔത്തുമല്ലല്ലേ, പള്ളി റൂൾക്കല്ലേ. ഔത്തായങ്ങ് അടുപ്പറോട് വരി ഇടക്കിടക്ക് ചട്ടി കൈയിടാ. ഈ പള്ളി തേങ്ങ എന്താക്കുറോ വാടക ഇടറോ പോയിട്ട്. അതുമല്ല ചനിക 6 ആയത്തുള്ള ചില ഔത്തൊന്നും സ്വഭിക്ക് നാട്ടമണ്ടങ്ങൾ വന്നിട്ടുണ്ട്. 1.5 ഭിണ്ടി 2.5 ദോശ. ഇയാൾക്ക് അത് പണ്ടേ മതിയാന്നില്ല, ഇപ്പൊ ഷുഗറായ പിന്നെ എന്തു മതിയാന്നില്ല. ഇയാൾക്ക് ഇത് ചൊല്ലണമെന്നുണ്ടല്ലേ, ഈ റായത്തങ്ങളൊട്ടത്തിൽ മണവരിക്കാക്കിയിട്ട് ഇതിനൊരു പരിഹാരമാക്കണമെന്നുണ്ട് ഇയാളെ മനസ്സിൽ. ഇത് എങ്ങനെ ചൊല്ലേന്ന് ഇയാൾക്കൊരു ബേജാറ്. ആയെങ്കിൽ ഇയാൾക്ക് പശുപ്പും പോകുന്നില്ല, ഷുഗറുമായിട്ട് മനുഷ്യന്മാർ നല്ലങ്ങ. അത് ആ നാട്ടങ്ങ കഞ്ഞല്ല, ബഹീലല്ല, അങ്ങനെ സ്വഭാവം അത്. കാരണം ഉസ്താദല്ലേ, കൺട്രോളിൽ തിന്നും ചൊന്നിട്ട് 1.5 ഭിണ്ടി. ഇതിപ്പോൾ കൺട്രോൾ തപ്പിരലത്തൊക്കെ ഒത്തില്ലല്ലോ, കൺട്രോൾ ഇന്ത് മുന്നോളൂ. ഇപ്പം ഇത് ചെല്ല അപ്പുറം ആയിരം ബോൾട്ട് എന്തോ ലൂസായിരുന്നു നമുക്ക് ഒന്നില്ലല്ലേ. ഇയാളിത് കാത്ത് സമരെടുത്തിന് ഇയാൾക്ക് ഷുഗറും ഏറി, ഈ ടെൻഷനിലേ ഷുഗർ ഏറി, അതിൻ്റെ കൂടെ ഈ വിശപ്പും ഏറി. ലാസ്റ്റ് ഇയാൾ ഫൈനൽ ഡിസിഷൻ എടുത്തങ്ങണമെന്നുണ്ട, അന്തിമ തീരുമാനം എടുത്തങ്ങണമെന്നുണ്ട. ഇൻഷാ അല്ലാഹ് ബണ്ട വെള്ളിയാഴ്ച ചെല്ലണം. അങ്ങനെ ഇയാൾ എണിച്ച് നിന്ന് ഹുത്തുബല്ല കഴിഞ്ഞ് ജുമാ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് എണിച്ച് നിന്ന് റായത്തങ്കല്ല ദുവാറന്ന്, ഭക്ഷണം തന്നങ്കല്ല ദുവാറന്നിട്ടായിട്ടൊരു വിഷയം. ഇതാ ഞാൻ എണിച്ച് നിന്നിട്ട് ഇൻ്റെ പ്രത്യേകം നിന്നെന്ന് തോന്നുന്നുണ്ടാ. നമുക്ക് ഇങ്ങനെ സീക്കെല്ലാം ഉണ്ടോ, നിങ്ങളുടെ ദുവാറക്കണം നല്ലോണം ഇൻഷാ അല്ലാഹ്. അതിൻ്റെ കൂടെ ഈ തെല്ല് ഗട്ടിയിലെ നാഷ്ടെല്ലാം ആക്കണമെന്ന് എല്ലാവർക്കും ഒരു ആശ ഉണ്ടല്ലേ, നമുക്കും ഉണ്ടത്. പിന്നെ മരുന്നല്ല ഇപ്പോൾ സ്ട്രോങ്കര മരുന്നതിനെ കൊണ്ട് മുന്നത്തെ പോലത്തെ 1.5 ഭിണ്ടി മതിയാന്നില്ല. നിങ്ങൾ ഔത്തരംഗത്തിൽ സുബൈക്കത്തെ നാഷ്ടത്തിൽ ഏറെ റാഹത്തിലെ കടത്തോറും എന്ത് ബെടക്കാവല്ല, നിങ്ങൾ ബേജാറാക്കണ്ട. അത് തെങ്ങര കുടി കയറിയോ ബാക്കി കൊണ്ടിട്ട് അവിടെ പെറോലി ചാടുന്നൊന്നും നിങ്ങൾ ബേജാറാക്കണ്ട, അത് ബെടക്കാവല്ല. ഇൻഷാ അല്ലാഹ് അതെല്ലാം തിന്നു, ബാക്കി ഉണ്ടെങ്കിൽ വേറെ ആൾക്ക് അത് കൊടുക്കോ. നിങ്ങൾ കടത്തുമ്പോൾ ചന്തത്തിൽ കടത്തോറും ചെന്നിട്ടു ഇയാൾ കടത്തിയത് മതിയാന്നില്ല എന്നത് അങ്ങക്ക് മണവരിക്കാവ് വേണമായിട്ട് അയാൾ ഒരു ഉദാഹരണം ചൊന്നു എങ്ങനെ വന്നിട്ടുണ്ടാ. വാർന്ന ഉത്തര ദോശ കൊണ്ട് പോവാ, അത് മതിയാന്നുമില്ല, അതിൻ്റെ കോല കണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഊതിയെങ്കിൽ അത് നങ്തൂർക്ക് പാറൂ. അയാളൊരു ഉദാഹരണം ചൊന്ന, അത്ര സോഫ്റ്റ് 2 ദോശ അതും ഇങ്ങനെ ബല പോലത്തത്, ഇത് വാടക എന്ന ഇല അയാൾ ഉദാഹരണം ചൊന്നോ. സുബ്ഹാനല്ലാഹ് വയല് കഴിഞ്ഞ് ദുവാ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് യാ റബ്ബേ പള്ളിന്റെ ജാലില് കള്ളോള്ള എന്തൊരു വിഷയം എന്തുണ്ടാ ചർച്ച, ഭയങ്കര ചർച്ച. കമ്മിറ്റി രംഗം എതിരില്ല, നടുവിലും പ്രസിഡന്റ് സെൻട്രലുണ്ട്. എന്ത് ചർച്ച?
ഉസ്താദ് ചൊന്നല്ലേ, അത് ഊതി അങ്ങ് നന്തൂർക്ക് പോകുന്നു. അതിന്റെ ഇടയിൽ സുഹൃത്തുക്കളില്ലേ, ബൊളന്തൂറില്ലേ, ബൊളുവായില്ലേ, അവിടെ ചിക്കല്ലേ. ഇനി നാളെ ഇനി പകരം താക്കണോ എന്നതല്ല ചർച്ച, അത് പാറിയത് വാടെ ചിക്കാതാണ് പാറിയത്. ആ ചർച്ചയുടെ ബദല് ഇതൊക്കെ പരിഹാരമാക്കി നാളെ വേറെ ഒന്നും പറയാം. എന്താ അതങ്ങനെ അവിടേക്ക് പോകണം, നന്തൂർക്ക് പോകണ്ട. എങ്ങനെ അതിൻ്റെ ഇടയിൽ ഏതെല്ലാം നാടുണ്ട്, കാട്ടിപ്പള്ളമുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ആ ബന്ധായ ടോളുണ്ട്, അവിടെയും ചിക്കറ്റിയല്ലേ. അത് അവിടെ കാണത്രോ. ഇതൊരു ചർച്ചമാ. ആ ചർച്ചക്ക് പകരം ഇതിന്റെയൊക്കെ ഒരു പരിഹാര ചർച്ച ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാം, ആവശ്യമില്ലാത്തത് ചർച്ചയാക്കാനും നാളെ വിഷയാക്കാൻ ഞാൻ ഉഷാറാണ്. ഇരിക്കട്ടെ, ഈ സഹാബി എവിടെ ചെന്നോ എന്നിട്ട് റസൂലുള്ളാഹിയോട് പറയാ, നബിയേ ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെയും കുറച്ചു പോയിരുന്നെങ്കിൽ എന്റെ ജീമ കിട്ടലാവാൻ നബിയേ, അങ്ങനെ എന്റെ കൊല്ലത്തിയാറ് നബിയേ, അങ്ങ് കത്തിയും തളുവാറും അമ്പും വില്ലും ചാട്ടുളിയും മുളയും തൊണ്ണയും എല്ലാം പിടിച്ചിട്ട് അവിടെ റെഡിയായിട്ട് നിന്നിട്ടുന്നാറ് നബിയേ, നാണതാ ജീമ പിടിച്ചിട്ട് പിറവോടിയ നബിയേ എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹിയോട് ചോദിച്ചു, ശരിയാണോ ഇയാള് പറഞ്ഞത് കറക്റ്റ് ആണോ, നിങ്ങളെ ആള് ചതിയിലൂടെ കൊല്ലാനാണോ ക്ഷണിച്ചത്, എന്നോട് വന്നിട്ട് കാര്യം പറഞ്ഞത്? ആ സമയത്ത് ആ റായത്തങ്ങ് ചെന്നത് എന്തുകൊണ്ടുണ്ടാ കേൾക്കണോ, പക്ഷിക്കരയിലെ മനുഷ്യന്മാര് കേൾക്കണോ, ഉമ്മമാര് കേൾക്കണോ, പെണ്ണുങ്ങൾ കേൾക്കണോ, കണ്ടതല്ല എന്തല്ലോ അർത്ഥം വെച്ചിട്ട് ഇങ്ങനെ വിഷയാക്കിയിട്ട് വടകോടുകളിൽ കൊണ്ടുപോണ്ടെങ്ങ ജാഗ്രതാക്കണോ. വാസ്തവാംശ, സത്യാംശ, നിജാംശ അതിന്റെ ശരിയായ ആ കാര്യം അറിയാതെ ഒരു കാര്യം ചൊല്ലതീറാ, വിഷയാക്കൊതീറാ, സെണ്ടാക്കൊതീറാ, ഷെയറാക്കൊതീറാ. ഇതൊക്കെ ഒരു ഉദാഹരണമായിട്ടിക്കടി ചരിത്ര. ഇത് കേൾക്കാ മനുഷ്യന്മാർ പറഞ്ഞത് എന്തറിയാ, ആ വന്ന മനുഷ്യന്മാർ പറഞ്ഞത് എന്തറിയാ, പൊന്നാര നബിയേ ഞങ്ങ അവിടെ കത്തിയും തളുവാറും തൊണ്ണയും വാളും കുന്തവും മുളയും എല്ലാം പിടിച്ചിട്ട് ഞങ്ങൾ സ്കൗട്ട് സ്റ്റൈലിൽ അവിടെ നിന്നത് എന്തുകൊണ്ടുണ്ടാ, NCC കേഡിറ്റ് പോലെ, പിന്നെ കേഡിറ്റുമാരെ പോലെ ഞങ്ങൾ ഇങ്ങളെ നല്ല ശിസ്തുബദ്ധായിട്ട് നല്ല ഗൗരവാദരത്തിൽ നിന്നത് എന്തുകൊണ്ടുണ്ട് നബിയേ, നിങ്ങളെ പ്രതിനിധിയായി, നിങ്ങളെ ഖലീഫയായി, ഞങ്ങളെ നാടിന്റെ ഗുരുവായി, ഖാലിയായി വരുന്ന മനുഷ്യനെ കൊല്ലാനല്ല നബിയേ, അത് നിങ്ങളെ അയച്ച മനുഷ്യനെയുമല്ല. ഞങ്ങളെ നാട്ടിലേക്ക് പുതിയതായിട്ടൊരു അതിഥി വരുമ്പോ അയാളെ സ്വീകരിക്കാനുള്ള ഞങ്ങളെ സാമ്പ്രദായിക രീതിയാണ് വേദ, അല്ലാണ്ട് ഞങ്ങളെ കയ്യിലുള്ള തൊണ്ണ അയാളെ നിർവന്തലക്കടിക്കാനല്ല, അയാളെ കൊല്ലാനല്ല. അത് ഞങ്ങളെ ആചാരമാണ് നബിയേ, ഞങ്ങൾ ആ നിലക്കാ സ്വീകരിക്കുന്ന നബിയേ. മയ്യത്ത് ചില വിശിഷ്ട വ്യക്തികളെ മയ്യത്ത് കൊണ്ടുപോയിട്ട് മറമാടുമ്പോ അല്ലെങ്കിൽ കത്തിക്കുമ്പോ അതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ടൈമിലോ ഞങ്ങളെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങ 4-5 തോപ്പ് വെടിവെക്കാറ്. എന്ത് ചത്തോണ്ട് പിന്നെയും കൊല്ലരുമ വെടിവെച്ചിട്ട്. നിങ്ങൾ കണ്ടിട്ടില്ല പോവത് ഇവിടെ ഫേസ്ബുക്ക് വാട്സപ്പ് എന്തും ഇല്ലേ? അതില്ലെങ്കിൽ നിങ്ങൾക്ക് ആറിനകത്ത് വേലൊന്നും വേണ്ട, ഇന്നത്തോടെ ഖലാസ് നിങ്ങൾ സ്വർഗത്തിലെ. അത് ഉണ്ടെങ്കിൽ കുറച്ച് ആറ് വേല വേണോ, കാരണം എല്ലാം മലാമത്തയിൽ വേണ്ട. ഇപ്പോൾ നിങ്ങൾക്കിത് പിടിയായില്ലേ? ചില അല്ലേ ഗൗരവമായിട്ട് തോപ്പ് പിടിയെല്ലാം വെച്ചിട്ട് ആക്കുന്നില്ലേ, അതൊരു ആചാരാണത്. അത് കൊല്ലാൻ വെക്കുന്നതല്ല, അത് കൊന്ന മനുഷ്യനെ പിന്നെയും കുണ്ടിട്ടിട്ട് പിന്നെയും കൊല്ലുന്നതല്ല. മലാമത്ത് പോയല്ലേ ഇനിയും പോട്ടും, അതൊരു ഗൗരവ എന്ന പോലെ ആ മനുഷ്യന്മാരും പറഞ്ഞു, നബിയേ ഞങ്ങൾ ആചാരമാണ് നബിയേ, അത് ഞങ്ങളുടെ നാടിന്റെ സ്വീകരണ മുറയാണത്, ഞങ്ങളുടെ സാമ്പ്രദായിക സ്റ്റൈലാണത്, കൊല്ലാനല്ല എന്നവർ പറഞ്ഞിട്ട് വിശദീകരിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ആയത്തിറങ്ങിയ, അതേ നബിയേ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബയൻ ഫതബയ്യനൂ, നബിയേ യാ അയ്യുഹല്ലദീന ആമനൂ, ഏ മനുഷ്യന്മാരെ മുഅ്മിനീങ്ങളെ പക്ഷിക്കരക്കാരെ, നിങ്ങളൊട്ടും ആയത്തിലുണ്ട് വാർത്ത, നിങ്ങളോടെല്ലാം അല്ല പറയുകയാണ്, ഇൻജാകും ഫാസിഖുൻ ബിനബയൻ, നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ഫാസിഖ് വന്നെങ്കിൽ, ഒരു തെമ്മാടി വന്നെങ്കിൽ, ഫാസിഖ് തെമ്മാടി, ആ നല്ല സഹാബിയെ പറ്റിയാണ് അല്ലാഹു അത് പ്രയോഗിച്ചത്. കാരണം അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായ പ്രയോഗമാണ്, പ്രവർത്തനമാണ്. അവരെ നല്ല പോലെ പഠിക്കാതെ കണ്ട് പറഞ്ഞ കാര്യമാണ്, അവരെ നല്ല പോലെ അറിയാതെ കണ്ട് അയാൾ ഊഹിച്ചെടുത്ത ധാരണയാണ്. ആ ധാരണ തെറ്റാണ്, ആ നിലപാട് തെറ്റാണ്. കാര്യമറിയാതെ വന്നിട്ട് ഇവിടെ പറഞ്ഞത് തെറ്റാണ്. അപ്പൊ അയാള് ഫാസിഖാണ്.